Yes, good morning. Last class we discussed about EGM. Four sections were covered. Section 100, Section 100 subsection 1, Section 100 subsection 2, 100 subsection 4 and Section 98. So in general meeting we already covered AGM, Section 96, 97, 99, and then we covered EGM under Section 100 and 101, 102, 104 and Section 98. Now, and also we covered class meetings, in adjourned meetings, adinte provisions nokki. So innu mudal meetings inde other areas aanu, general meeting inde other areas nokkan povunu, which is very critical for general meetings, like resolutions, notice, അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. And after that, next session we will be starting from quorum, proxy, chairman, minutes. So പലപ്പോഴും പറയുന്ന പോലെ general meeting is the bread and butter of company secretary, you know, as a student, as a trainee and as a professional, because 205 പ്രകാരം മീറ്റിംഗ് നടത്തേണ്ടതും മീറ്റിംഗിൻ്റെ കൂടെ ഇരിക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്രൊഫഷണലാണ് കമ്പനി സെക്രട്ടറീസ്. അത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ECS എംപ്ലോയ്മെൻറ്റ് കമ്പനി സെക്രട്ടറി ആയാലും പ്രാക്ടീസ് ചെയ്യുന്ന PCS ആയാലും മീറ്റിംഗ്സ് കമ്പാരിറ്റീവ്ലി വളരെ റിലവൻറ്റും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഇന്നലത്തെ സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ മാത്രമേ ഉള്ളൂ ജനറൽ മീറ്റിംഗ്സിനെ കുറിച്ചൊക്കെ പഠിക്കാൻ. പ്രൊഫഷണൽ പ്രോഗ്രാമിൽ ഇങ്ങനൊരു സിലബസ് ഇല്ല. സോ ദിസ് ദ ലാസ്റ്റ് ചാൻസ് ഇൻ എ വേ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കുന്നത്. സോ അറ്റ്മോസ്റ്റ് കെയറോടുകൂടി അറ്റ്മോസ്റ്റ് സ്കിൽ എക്സ്പീരിയൻസോടുകൂടി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. So now we will be starting with the other areas of meetings, general meetings, which is procedural law സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. So it's relating to the procedures of general meeting. So വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോറം, പ്രോക്സി ഒക്കെ പിന്നെ വരും. It will come in the next sessions which require tremendous interpretation. We will discuss that. ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഏരിയ ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻസ് ആണ്. റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത് മീറ്റിങ്ങിലെടുക്കുന്ന ഫോർമലായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളെ കമ്പനി ലോയിൽ പറയുന്ന വാക്കാണ് റെസൊല്യൂഷൻ. നമ്മൾ പറയത്തില്ലേ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറയും അല്ലേ, ഇന്ന് മുതൽ ഇത് ചെയ്യത്തില്ല, അത് ചെയ്യും. ഒരു തീരുമാനം ഫോർമലായിട്ട് എടുക്കുന്ന ഒരു തീരുമാനത്തിനാണ് കുട്ടികളെ നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് ബോർഡ് മീറ്റിങ്ങിലും ഉണ്ട്, ജനറൽ മീറ്റിങ്ങിലുണ്ട്. എന്തിനു പറയണം, എല്ലാ ഫോർമലായിട്ടുള്ള മീറ്റിംഗ്സിലും റെസൊല്യൂഷൻസ് പാസ്സാക്കാറുണ്ട്, തീരുമാനങ്ങൾ പാസ്സാക്കാറുണ്ട്. റെസൊല്യൂഷൻസ് മിനിറ്റ്സിലാണ് വരുന്നത്. മിനിറ്റ്സിൽ ഒരു ഐറ്റത്തിനെ കുറിച്ചുള്ള പ്രൊസീഡിങ്സും ആ മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു അജണ്ട ഐറ്റത്തിൽ, ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ അജണ്ട ഐറ്റത്തിൽ ആ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അതിൻ്റെ അകത്ത് എഴുതി വയ്ക്കുകയും എന്നിട്ട് ഫൈനലായിട്ട് എന്ത് തീരുമാനിച്ചു എന്ന് പറയുന്നത് എഴുതി വയ്ക്കുന്ന പാരഗ്രാഫിനെയാണ് കുട്ടികളെ നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതൊരു ഫോർമലായിട്ടുള്ള റെസൊല്യൂഷനായിട്ട് തീരുമാനമായതുകൊണ്ട് പൊതുവെ ആ പാരഗ്രാഫ് റിസോൾവ്ഡ് ദാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. ഫർദർ പാരഗ്രാഫ്സ് ഉണ്ടെങ്കിൽ റിസോൾവ്ഡ് ഫർദർ ദാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. അതൊരു കീഴ്വഴക്കമാണ്, ഒരു സെക്രട്ടേറിയൽ പ്രാക്ടീസാണ് അങ്ങനെ എഴുതുന്നത്. അത് ഡ്രാഫ്റ്റിങ്ങിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്രാഫ്റ്റിംഗ് ഏരിയയിൽ പൊതുവെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ ചിലർക്ക് സംശയം തോന്നും, ഈ റെസൊല്യൂഷൻ എവിടെയാണ് നമ്മൾ അത് മിനിറ്റ്സിലാണ് വരുന്നത്. അത് സ്വാഭാവികമായിട്ടും നോട്ടീസിലും അങ്ങനെ പ്രപ്പോസ് ചെയ്തിരിക്കും. വിത്ത് ഓർ വിത്തൗട്ട് മോഡിഫിക്കേഷൻ ഇത് പാസ്സാക്കണമെന്ന് പറഞ്ഞാണ് നമ്മൾ നോട്ടീസിൽ എഴുതുന്നത്. അത് പിന്നെ മീറ്റിങ്ങിൽ വരുന്നു, മീറ്റിങ്ങിൽ ചർച്ച നടത്തുന്നു, ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നു, ചിലപ്പോൾ മാറ്റങ്ങളില്ലാതെ തന്നെ നമ്മളതിനെ മിനിറ്റ്സിലോട്ട് നമ്മൾ പകർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെസൊല്യൂഷൻ എഴുതി ഉണ്ടാക്കുന്നത് ശരിക്കും നോട്ടീസ് സ്റ്റൈലിൽ തന്നെ നമ്മൾ റെസൊല്യൂഷൻസ് എഴുതി ഉണ്ടാക്കും. പക്ഷേ അതിലെഴുതുന്നത് ടു പാസ് വിത്ത് ഓർ വിത്തൗട്ട് മോഡിഫിക്കേഷൻ എന്നാണ്. അപ്പോൾ അത് മീറ്റിങ്ങിൽ വരികയും ചർച്ചകൾ നടക്കുകയും ചർച്ചയ്ക്ക് അനുസരിച്ച് അത് മാറ്റത്തോടുകൂടിയോ മാറ്റമില്ലാതോടുകൂടിയോ നമ്മളത് പാസ്സാക്കുകയും ആ പാസ്സാക്കിയതിന് ശേഷം മിനിറ്റ്സിൽ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം കൺക്ലൂഷനിൽ ഇത് ഈ മീറ്റിങ്ങിൽ ഈ അജണ്ടയിൽ എടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞ് റിസോൾവ്ഡ് ദാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി പിന്നെ സ്മോൾ ലെറ്ററിലോട്ട് ആ തീരുമാനങ്ങൾ എഴുതി. അത് മിനിറ്റ്സിലാണ് നമ്മൾ എഴുതുന്നത്.
ജനറൽ മീറ്റിങ്ങിൻ്റെ റെസൊല്യൂഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ബോർഡ് മീറ്റിങ്ങിൻ്റെ ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻ എന്ന് ഓർമ്മിച്ചിരിക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ബോർഡ് മീറ്റിങ്ങിൽ തലയെണ്ണിയാണ് വോട്ടെടുക്കുന്നത്. അതായത് വച്ചിരിക്കുന്ന ഷെയർ മെറ്റീരിയലാണ്, കാരണം അത് ഡയറക്ടർമാരുടെ മീറ്റിംഗ് ആണ്. സോ ഹൗ മച്ച് ഷെയർ ക്യാപിറ്റൽ ഓർ വോട്ടിംഗ് പവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, വോട്ടിംഗ് റൈറ്റ്സ് എന്നൊരു കൺസെപ്റ്റ് കമ്പാരിറ്റീവ്ലി ബോർഡ് മീറ്റിങ്ങിൽ ഇല്ല. കാരണം ബോർഡ് മീറ്റിങ്ങിൽ ഒരാൾക്ക് ഒരു വോട്ടേ ഉള്ളൂ, തലയെണ്ണിയാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോർഡ് മീറ്റിങ്ങിൽ സിമ്പിൾ മെജോറിറ്റി എന്നാണ് പറയുന്നത്. റെസൊല്യൂഷൻസിന് സിമ്പിൾ മെജോറിറ്റി. അത് എക്സാമ്പിൾ എപ്പോഴും പറയാറുണ്ട്. 10 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ 6 ഡയറക്ടേഴ്സ് ഒരു തീരുമാനം സമ്മതിച്ചെന്നുണ്ടെങ്കിൽ ആ റെസൊല്യൂഷൻ പാസ്സായി പോകും. കാരണം മെജോറിറ്റിയാണ്, സിമ്പിൾ മെജോറിറ്റി, അത് 51%. അതുകൊണ്ട് തന്നെ ആ റെസൊല്യൂഷൻ പാസ്സായി പോകും. അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഷെയർ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുകയോ വോട്ടിംഗ് റൈറ്റ്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി ഡോണ്ട് ലുക്ക് ഇൻ ടു ദ ഷെയർ ക്യാപിറ്റൽ ആസ് ഫാർ എസ് എ ബോർഡ് മീറ്റിംഗ് ഈസ് കൺസേൺഡ്. അതാണ് ഒരു ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻ. ബോർഡ് മീറ്റിംഗിലെ മെജോറിറ്റി 99.9% തീരുമാനങ്ങളും ബോർഡിൽ എടുക്കുന്നത് സിമ്പിൾ മെജോറിറ്റി വഴിയാണ്. പക്ഷേ കമ്പനീസ് ആക്ടിൽ വളരെ റെയറായിട്ട് ചില സാഹചര്യങ്ങളിൽ യുനാനിമസ് ബോർഡ് റെസൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതൊരെണ്ണം നിങ്ങൾക്ക് നല്ല അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇന്റർ കോർപ്പറേറ്റ് ലോൺ കൊടുക്കുമ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് ലോണോ ഗ്യാരണ്ടിയോ ഇൻവെസ്റ്റ്മെൻറ്റോ സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ യുനാനിമസ് ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കണം. അതുപോലെ 2-3 സാഹചര്യങ്ങൾ കമ്പനീസ് ആക്ടിലുണ്ട്. അപ്പോൾ ബോർഡ് മീറ്റിംഗിൽ 2 ടൈപ്പ് ഓഫ് റെസൊല്യൂഷനാണ് ഉള്ളത് കുട്ടികളെ. ഒന്ന് സിമ്പിൾ മെജോറിറ്റിയും രണ്ടാമത്തത് യുനാനിമസ് ബോർഡ് റെസൊല്യൂഷനുമാണ്. യുനാനിമസ് ബോർഡ് റെസൊല്യൂഷൻ കമ്പനീസ് ആക്ടിലെ വളരെ അപൂർവം സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ. 186ഉം 203 പോലത്തെ വളരെ റെയർ ആയിട്ടുള്ള സെക്ഷൻസിൽ മാത്രമേ യുനാനിമസ് ബോർഡ് റെസൊല്യൂഷൻ ആവശ്യമുള്ളൂ. മീറ്റിംഗിലിരിക്കുന്ന എല്ലാ ഡയറക്ടർമാരും ഒരു ഐറ്റം സമ്മതിക്കണം. ഒരു ഡയറക്ടർ പോലും അത് സമ്മതിക്കാതിരിക്കരുത്. ആരും വോട്ട് ചെയ്യാതിരിക്കാനും പാടില്ല. അതിനെയാണ് യുനാനിമസ് ബോർഡ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു, ബോർഡ് മീറ്റിംഗിൽ തലയെണ്ണിയാണ് വോട്ട്. ഒരു ഡയറക്ടറിന് ഒരു വോട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഷെയർ ക്യാപിറ്റലും പെർസെൻറ്റേജ് കമ്പ്യൂട്ടേഷനും ഒന്നും ഇല്ല. നൗ കമ്മിങ് ടു ജനറൽ മീറ്റിംഗ് റെസൊല്യൂഷൻ, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 114 ആണ്. അതേപോലെ തന്നെ നമ്മൾ തൊട്ട് പറയാം 115 പഠിക്കും. അപ്പോൾ അത് ഇവിടെ തന്നെ അങ്ങ് ഡിസ്കസ് ചെയ്ത് പോവാം. ഇനി വരുന്ന സ്ഥലത്ത് നമുക്ക് വെറുതെ ഡിസ്കസ് ചെയ്ത് സമയം കളയണ്ട. അതുമാത്രമല്ല, ഇനി ചില ഏരിയസിൽ റെപ്പറ്റീഷൻസ് ഉണ്ടാവും. അത് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യും. കാരണം പണ്ട് നേരത്തെ നോക്കിയിട്ടുള്ള കമ്പനീസ് ആക്ടിലെ ഏജിഎമ്മിൻ്റെ ചില പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ വീണ്ടും ഈ ഏരിയയിൽ വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നുണ്ട്. സോ വി വിൽ സ്കിപ്പ് ദാറ്റ്. അപ്പോൾ ഇവിടെ തന്നെ ഇത് ക്ലിയർ ചെയ്ത് പോവാം. ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ കമ്പനീസ് ആക്ടിൽ ബേസിക്കലി ജനറൽ മീറ്റിംഗിൽ 2 ടൈപ്പ് ഓഫ് റെസൊല്യൂഷനാണുള്ളത്. അത് 3 ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തത് റെസൊല്യൂഷൻ്റെ ടൈപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് പ്രത്യേകം ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി 2 ടൈപ്പ് റെസൊല്യൂഷനാണുള്ളത്. ഒന്ന് ഓർഡിനറി റെസൊല്യൂഷനും 2 സ്പെഷ്യൽ റെസൊല്യൂഷനും. ഒന്നുകൂടി പറയാം, ഓർഡിനറി റെസൊല്യൂഷനും രണ്ടാമത്തത് സ്പെഷ്യൽ റെസൊല്യൂഷനും. OR എന്താണ്, SR എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കും. ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ റെസൊല്യൂഷനാണ്. കമ്പനീസ് ആക്ടിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾക്കാണ് കുട്ടികളെ നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ കമ്പനീസ് ആക്ടിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തലയെണ്ണിയല്ല വോട്ട് ചെയ്യുന്നത്, മറിച്ച് ഷെയർ ഹോൾഡേഴ്സ് വച്ചിരിക്കുന്ന പെയ്ഡപ്പ് ക്യാപിറ്റലിന്റെ പെർസെൻറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ് വോട്ടിംഗ് റൈറ്റ്സ് തീരുമാനിക്കുന്നത്. 51% മുകളിൽ ഷെയർ ക്യാപിറ്റൽ വച്ചിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ഒരു അജണ്ട ഐറ്റം സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തിനെയാണ് നമ്മൾ ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ 51% എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് കണക്കാണ്. പക്ഷെ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് ശരിക്കും പെർസെൻറ്റേജ് ബേസ്ഡ് അല്ല. എഗൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തിട്ടുള്ള വോട്ട് ശതമാനത്തിനെക്കാട്ടിലും ഒരു വോട്ട് പോസിറ്റീവായിട്ട് വോട്ട് ചെയ്താൽ, പ്ലസ് ഒരു വോട്ട് പോസിറ്റീവായിട്ട് വോട്ട് ചെയ്താൽ അതിനെ ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയുമെന്നാണ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 114. അതിനെ മാത്തമാറ്റിക്കലായിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുമ്പോൾ, റേഷ്യോ ഫോമിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുമ്പോൾ അത് 51%. അതുകൊണ്ട് പഠിക്കാൻ എളുപ്പം 51% വോട്ടിംഗ് എന്നുള്ളതാണ്. ഇവിടെ ചില കാര്യങ്ങൾ എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഇതിലൊരു കൺഫ്യൂഷൻ ഉള്ളത്, അത് ഇപ്പം തന്നെ ക്ലിയർ ചെയ്യാം. മീറ്റിങ്ങിൽ വന്നിരിക്കുന്നവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ആണ് കൂട്ടുന്നത്. അല്ലാതെ വീട്ടിലിരിക്കുന്നവരോ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നവരുടെ പെർസെൻറ്റേജ് അല്ല നമ്മൾ കൂട്ടുന്നത്. മനസ്സിലായല്ലോ? ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയിലെ ഒരു 65-70% ഷെയർ വെച്ചിരിക്കുന്ന ഒരു ഷെയർ ഹോൾഡർ ഇന്ത്യയിലെ ഇല്ല, അദ്ദേഹം പുറത്താണ്. ബാക്കി 40% ഷെയർ വെച്ചിരിക്കുന്നവരെ ഇന്ത്യയിലുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു ജനറൽ മീറ്റിംഗ് AGMO EGMO വിളിക്കുമ്പോൾ
ഈ പറയുന്ന 40% ഷെയർ വെച്ചിരിക്കുന്നവരല്ലേ മീറ്റിങ്ങിന് വരത്തുള്ളൂ, അവരല്ലേ ഇവിടെ ഉള്ളൂ. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും മറ്റവർ ഇവിടെ ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന 40% ഷെയർ വച്ചിരിക്കുന്നവരിൽ നിന്നും 51% ഷെയർ വച്ചിരിക്കുന്നവർ സമ്മതിക്കുന്നതാണ് ഓർഡിനറി റെസൊല്യൂഷൻ. അല്ലാതെ ടോട്ടൽ ക്യാപിറ്റലിന്റെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ വോട്ടിംഗ് റൈറ്റ്സ് ഒരു മീറ്റിങ്ങിൽ തീരുമാനിക്കുന്നത്, മറക്കരുത്. ഇത് ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ മനസ്സിലാവാത്ത ഒരു ആസ്പെക്റ്റ് ആണ്. വി കൗണ്ട് ഓൺലി വോട്ടിംഗ് റൈറ്റ്സ് or voting power or voting percentage of shareholders who attend the meeting nowadays, either physically or online, and we don't bother about those shareholding or the shares held by those shareholders who are absent at the meeting, mind you. Okay, clear ആയല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ പെർസെൻറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി സിമ്പിൾ മെജോറിറ്റിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അസ്യൂം ദാറ്റ് 10 ഷെയർ ഹോൾഡേഴ്സ് ഉള്ളൊരു കമ്പനിയാണെന്ന് ഇരിക്കുക. അതിൽ നമ്മുടെ പ്രീത് വന്നിട്ട് 40% ഷെയർ വെച്ചിട്ടുണ്ട്. ഗായത്രി വന്നിട്ട് 20% ഷെയർ വെച്ചിട്ടുണ്ടെന്ന് ഇരിക്കുക. ഒന്നുകൂടി പറയാം, എക്സാമ്പിൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. 10 ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനിയാണ്. അപ്പോൾ 100%ആണത്. കാരണം എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കൂട്ടുമ്പോൾ 100% വരണമല്ലോ. അതിൽ വന്നിട്ട് പ്രീത് എന്ന് പറയുന്ന നമ്മുടെ ഷെയർ ഹോൾഡർ 40% ഷെയർ വെച്ചിരിക്കുകയും ഗായത്രി എന്ന് പറയുന്ന മറ്റൊരു ഷെയർ ഹോൾഡർ 20% ഷെയർ വെച്ചിരിക്കുകയെന്ന് വയ്ക്കുക. ബാക്കിയിരിക്കുന്ന 8 ഷെയർ ഹോൾഡർ കൂടെ കൂട്ടിയിട്ടാണ് ബാക്കിയിരിക്കുന്ന 40% ഷെയർ എന്ന് വയ്ക്കുക. അപ്പം ഇങ്ങനത്തെ ഒരു പെക്യുലർ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഐറ്റം ഓർഡിനറി റെസൊല്യൂഷന് ആവശ്യമുള്ള ഐറ്റമാണ്. ഫോർ എക്സാമ്പിൾ ഓഡിറ്റർ അപ്പോയിൻമെന്റ്, ഡയറക്ടർ അപ്പോയിൻമെന്റ്, അതുപോലെ തന്നെ ഡയറക്ടർ റിമൂവൽ. ഇതെല്ലാം ഓർഡിനറി റെസൊല്യൂഷൻ വേണ്ട കാര്യങ്ങളാണ്, സാധാ റെസൊല്യൂഷൻസ് വേണ്ട കാര്യങ്ങളാണ്, സ്പെഷ്യൽ അല്ല. അപ്പോൾ ഇങ്ങനെ ഓർഡിനറി റെസൊല്യൂഷൻ വേണ്ട ഒരു കാര്യത്തിനെ നമ്മൾ അജണ്ട ഐറ്റത്തിൽ വെച്ചിട്ടുണ്ട്. അത് ഡിസ്കസ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ചെയർമാനോ സെക്രട്ടറിയോ അല്ലെങ്കിൽ MD എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത് പിന്നെ വോട്ടിനിടുന്നു. വോട്ടിടുന്ന പ്രൊസീജിയറൊക്കെ നമുക്ക് പറയാൻ നമ്മൾ പഠിക്കും. ഈ ഐറ്റത്തിൽ 10 ഷെയർ ഹോൾഡേഴ്സും മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രീതും ഗായത്രിയും ഈ റെസൊല്യൂഷൻ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റെസൊല്യൂഷൻ പാസ്സായി പോകും. ബാക്കി 8 പേര് അത് ഒബ്ജക്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്താ കാര്യം സൗമ്യ, എന്താ കാര്യം? ബാക്കി 8 പേര് റിജക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പ്രീതും ഗായത്രി മാത്രം സമ്മതിച്ചാൽ മതി, ഈ റെസൊല്യൂഷൻ പാസ്സായി പോകും. കാരണം വെരി ഗുഡ്, അതാണ് സംഭവം. അപ്പോ ഈ 2 ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ വെച്ചിരിക്കുന്ന നമ്മളെ കാൽക്കുലേഷൻ പ്രകാരം 40 + 20, അപ്പോൾ 60% ഷെയർ ഉണ്ട്. അപ്പോൾ 51% മുകളിൽ ഷെയർ എവരെ കീഴിലായതുകൊണ്ട് തന്നെ, എവരെ കയ്യിലായതുകൊണ്ട് തന്നെ ഈ 2 പേര് പാസ്സാക്കിയാൽ ഈ റെസൊല്യൂഷൻ അല്ല ഏത് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി പോവും. പക്ഷെ മനസ്സിലാക്കണം, ബാക്കിയിരിക്കുന്ന നമ്പർ കൂടുതലാണ്. 8 പേരുണ്ടെങ്കിൽ പോലും അതിന് കാര്യമില്ല. കാരണം അവർ മൈനോറിറ്റിയാണ് ഇപ്പോഴത്തെ ഒരു ആസ്പെക്ട് നോക്കുമ്പോൾ. ഇതിനെയാണ് നമ്മൾ മെജോറിറ്റി റൂൾ എന്ന് പറയുന്നതിനെ കമ്പനി ലോയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് ലോ ഉണ്ട്, ഫോഴ്സ് വേഴ്സസ് ഹാർബോട്ടിൽ. നമ്മൾ പിന്നെ എവിടെയെങ്കിലും പഠിക്കും ഫോഴ്സ് വേഴ്സസ് ഹാർബോട്ടിൽ. അതുപോലെ രാജ്മുന്ദ്രി ഇലക്ട്രിക് സപ്ലൈ കമ്പനി വേഴ്സസ് നാഗേശ്വർ റാവു എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള 1950s കേസുണ്ട്. ഇതിലെല്ലാം ഹോണറബിൾ കോടതികൾ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും കമ്പനി ലോയിൽ മെജോറിറ്റി. കേൾക്കുമ്പോൾ അന്യായമായിട്ട് തോന്നാം, ഇവിടെ 2 പേര് അപ്രൂവ് ചെയ്തിട്ടുള്ളൂ, 8 പേരും ഡിസപ്രൂവ് ചെയ്തിട്ട് എങ്ങനെ റെസൊല്യൂഷൻ പാസ്സായി പോകും നമുക്ക് തോന്നാം. പക്ഷേ കമ്പനി ലോയിൽ ഓൾവേസ് മെജോറിറ്റി വിൽ പ്രിവെയിൽ. മെജോറിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അൺലെസ് ദെയർ സം ഫ്രോഡ് ഓർ ഓപ്പറേഷൻ ഓർ മിസ്പെൻഡ് അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഒഴികെ ബാക്കി സാഹചര്യങ്ങളിൽ എപ്പോഴും മെജോറിറ്റി എടുക്കുന്ന തീരുമാനങ്ങളാണ് കമ്പനിയെ ബാധിക്കുന്നത്. മൈനോറിറ്റിയുടെ തീരുമാനങ്ങൾക്ക് അവിടെ വിലയില്ല. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കണം. ക്ലിയർ ആണല്ലോ അല്ലേ ഗായത്രി? ക്ലിയർ ഇൻ ഡൗട്ട്സ് ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. നൗ കമ്മിങ് ടു സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ ആ വാക്ക് തന്നെ ഉണ്ട്, സ്പെഷ്യൽ റെസൊല്യൂഷനാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കമ്പനി ലോയിലെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യവും കമ്പനിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾക്ക് ഈ 51% ഷെയർ ഹോൾഡേഴ്സ് ഷെയർ വെച്ചിരിക്കുന്നവരുടെ അപ്രൂവൽ പോരാ, മറിച്ച് സീരിയസ് ആയിട്ടുള്ള തീരുമാനങ്ങളായതുകൊണ്ട് കുട്ടികളെ 75% മുകളിൽ ഷെയർ വെച്ചിരിക്കുന്നവർ സമ്മതിക്കണം. അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രീതും ഗായത്രി മാത്രം സമ്മതിച്ചാൽ പോരാ, കാരണം അവർക്ക് 60% ഉള്ളൂ. അപ്പൊ ഇനിയും 3-4 ഷെയർ ഹോൾഡേഴ്സ് കൂടെ സമ്മതിച്ചാൽ മാത്രമേ ആ റെസൊല്യൂഷൻ പാസ്സായി പോകത്തുള്ളൂ.
ഓർഡിനറി റെസൊല്യൂഷനിൽ 51% കമ്പ്യൂട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷനിൽ കുട്ടികളെ അത് 75%. അവിടെയും ഞാൻ പറയട്ടെ, നമ്മൾ 75% എന്ന ഒരു കമ്പ്യൂട്ടേഷൻ പർപ്പസിന് വേണ്ടി പറയുമെങ്കിലും ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് എഗൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തവരെ കാട്ടിലും എന്താണ് 3 times പോസിറ്റീവായിട്ട് വോട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ കമ്പ്യൂട്ടേഷൻ കോൺസെപ്റ്റ് നോക്കുമ്പോൾ 75% ആണ് നമ്മൾ പറയുന്നത്. പഠിക്കാൻ എളുപ്പം, മനസ്സിലാക്കാൻ എളുപ്പം 75% വോട്ടിംഗ് ആണ്. ഇത് മറക്കരുത്. കമ്പനീസ് ആക്ടിലെ കമ്പനിയുടെ പേര് മാറ്റുക, കമ്പനിയുടെ നെറ്റ്വർത്തിനെക്കാട്ടിലും ലോൺ എടുക്കുക, കമ്പനിയുടെ ഓബ്ജക്റ്റ് ക്ലോസ് ആൾട്ടർ ചെയ്യുക, ഇതുപോലെ ഇന്റർ കോർപ്പറേറ്റ് ലോൺ എക്സസ് ലിമിറ്റിന് എടുക്കുക 186. ഇതുപോലെ there are many situations under Companies Act which is almost very serious decisions where the law specifies the shareholders should pass this resolution by way of a special resolution, so that 51% voting will not suffice. Here 75% vote is mandatory. Okay, so I will give another example like what we discussed in the earlier ordinary resolution. Now I will give another example for a special resolution. Assume again the same example. 10 shareholders ഉള്ള കമ്പനിയാണ്. അതിൽ ഒരു ഷെയർ ഹോൾഡർ ആണ്. Assume that Mr. Pradeep has holding 80% of shares. Pradeep 80% ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ബാക്കി 9 പേര് ചേർന്നാണ് 20% ഷെയർ വെച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ കമ്പനിയുടെ പേര് മാറ്റാനായിട്ടൊരു തീരുമാനമെടുക്കാൻ പോകുമ്പോൾ അത് ബോർഡിൽ തീരുമാനിച്ചു. പക്ഷെ ബോർഡിന് മാത്രം തീരുമാനിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് നെയിം ചേഞ്ച് റിക്വയർ ഷെയർ ഹോൾഡർ അപ്രൂവൽ. സോ യു വിൽ ഗോ ടു EGM ഓർ AGM as the case may be. അവിടെ നിങ്ങൾ അപ്രൂവലിന് പോകുമ്പോൾ അവിടെ മിസ്റ്റർ പ്രദീപ് മാത്രം അത് പാസ്സാക്കിയാൽ മതി, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്താൽ മതി. ആ റെസൊല്യൂഷൻ പാസ്സായി പോകും. കാരണം എന്താണ്? പ്രദീപ് ആ കമ്പനിയിലെ 75% മുകളിൽ ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 75% മുകളിൽ ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ഒരു ഡിസിഷൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസിഷൻ പാസ്സായി പോവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെഷ്യൽ റെസൊല്യൂഷൻ. ബാക്കിയിരിക്കുന്ന കണക്കിലിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് അത് ഡിസപ്രൂവ് ചെയ്തിട്ടും കാര്യമില്ല, ബിക്കോസ് special resolution require the approval of at least minimum 75% of more shareholding is there. അപ്പോൾ ഇതാണ് ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും. ഇതൊക്കെ നമ്മൾ ഈ 10 പേരുടെ കാൽക്കുലേഷൻ പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരാൾ 75% വയ്ക്കുക, അല്ലെങ്കിൽ പ്രീത് ഗായത്രി 60%, ഇതൊക്കെ കേൾക്കാൻ വളരെ എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി. ദർ ഇസ് നോ കമ്പ്യൂട്ടേഷൻ. പക്ഷേ ഇഫ് യു ലുക്ക് ഇൻ ടു എ ലിസ്റ്റഡ് കമ്പനി where there are more than 6 lakh, 7 lakh shareholders and every shareholders hold 0.2%, 3%, 4%, 17%, ഇങ്ങനെ പല പെർസെൻറ്റേജ് കിടക്കുമ്പോൾ ആ റെസൊല്യൂഷൻ, എസ്പെഷ്യലി ഈ വോട്ടിംഗ്, സ്ക്രൂട്ടനൈസർ റിപ്പോർട്ട്, ഇതുപോലത്തെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ പിന്നെ നോക്കും. ഇതുപോലെയൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ എളുപ്പമായിരിക്കത്തില്ല കാര്യങ്ങൾ. അത് നമ്മൾ എക്സൽ ഷീറ്റ് വരച്ച് ഓരോരുത്തരെ വോട്ടിംഗ് എടുത്ത് എഴുതി, ഓരോരുത്തരും ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ പെർസെൻറ്റേജ് എഴുതി അത് കമ്പ്യൂട്ട് ചെയ്ത് നോക്കി 75 ബ്രിമ്മിൽ നിൽക്കും, 67 നിൽക്കും, 68 നിൽക്കും, പിന്നെ 70 നിൽക്കും, അങ്ങനെ 75 മുകളിൽ പോകും. പറഞ്ഞ മനസ്സിലായില്ല? അപ്പം അങ്ങനെ ഒരു വലിയൊരു വൈഡ്ലി ഹെഡ് ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളവും, അതുപോലെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഷെയർസസ് വെച്ചിരിക്കുന്ന ഒത്തിരി വലിയ കമ്പനികളൊക്കെ ആകുമ്പോൾ ഈ കമ്പ്യൂട്ടേഷൻ തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും, ഭയങ്കര സെൻസിറ്റീവ് ആവും. നമ്മൾ പറയത്തില്ല, ഈ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ ഡിക്ലെയർ ചെയ്യുന്നില്ല, നമ്മൾ കാത്തിരിക്കേണ്ടി വരും, ഈ റെസൊല്യൂഷൻ പാസ്സായി പോവല്ലേ എന്നുള്ളത്. ആൻഡ് മൈൻഡ് യു, ഈ കമ്പ്യൂട്ടേഷൻസും എല്ലാം ഓരോ റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു EGM-ലോ അല്ലെങ്കിൽ AGM-ൽ 4 ഓർഡിനറി ബിസിനസ് പുറമെ ഒരു 5-6 സ്പെഷ്യൽ ബിസിനസ് കാണാം, അല്ലെങ്കിൽ EGM-ൽ ഒരു 4-5 സ്പെഷ്യൽ ബിസിനസ് കാണാം. ഓരോ ഐറ്റത്തിനും ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം. അല്ലാതെ മീറ്റിങ്ങിനല്ല റെസൊല്യൂഷൻസിൻ്റെ പെർസെൻറ്റേജ് എടുക്കേണ്ടത്. റെസൊല്യൂഷൻ്റെ പെർസെൻറ്റേജ് എടുക്കുന്നത്, കാര്യങ്ങൾ എടുക്കുന്നത് ഏതിലാണ്? ഓരോരോ ഐറ്റത്തിനാണെന്നുള്ളത് മറന്നുപോകും. ഫോർ ഈച്ച് ഐറ്റം യു ഹാവ് ടു കമ്പ്യൂട്ട്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ഇപ്പോൾ ചില ഐറ്റം പാസ്സായി പോകും, ചില ഐറ്റം പാസ്സായി പോകത്തില്ല. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര എന്താ പറയുക, സെൻസിറ്റീവാണ്. ഇവിടെയൊക്കെ കമ്പനി സെക്രട്ടറിയുടെ റോൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്, ബിക്കോസ് നമ്മളാണ് മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം ഈ വോട്ടിംഗ്, റിമോട്ട് വോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, പോസ്റ്റൽ ബാലറ്റ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ ചില കമ്പനികളിലൊക്കെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും
അവിടെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കോടതിയിൽ പോയും അങ്ങനെയൊക്കെ ചില ഡിസ്പ്യൂട്ട്സിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അജണ്ട ഐറ്റംസും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പിസോ ഒക്കെ ഉള്ള ഷെയർ ഹോൾഡേഴ്സ് തന്നെ പല ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുകൊണ്ടുള്ള ചില കമ്പനികളുണ്ട്. ആ കമ്പനികളിലെല്ലാം ഇത് അത്ര സ്മൂത്ത് ആയിട്ട് പോകത്തില്ല, മറിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് എഴുതിയിരിക്കുന്നത്. ബട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാൻ. അപ്പോൾ ബേസിക്കലി റെസൊല്യൂഷൻ്റെ ടൈപ്പ് കുട്ടികളെ 2 ടൈപ്പേ ഉള്ളൂ. പക്ഷേ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റെസൊല്യൂഷൻ്റെ ടൈപ്പാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്പെഷ്യൽ നോട്ടീസ് എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് സെക്ഷൻ 115 പ്രകാരം. കമ്പനീസ് ആക്ടിൽ വളരെ നിർണായകമായിട്ടുള്ള 3 സാഹചര്യമുണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് 2 സാഹചര്യമാണ്. 2 സാഹചര്യത്തിൽ ഈ 2 സാഹചര്യത്തിലെ റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ അവിടെ ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനെ കുറിച്ചൊന്നും അല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് സെക്ഷൻ 115 പ്രകാരം സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കും. 2 തീരുമാനങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന ജനറൽ മീറ്റിങ്ങുകളിൽ എന്തു കൊടുക്കണം കുട്ടികളെ? സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കണം. എന്താണ് ഈ സ്പെഷ്യൽ നോട്ടീസ്? കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ആയിട്ട് നോട്ടീസ് കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, 101 ഒരു സെക്ഷൻ ഉണ്ട്, ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ബോർഡിലുമുണ്ട്. നോട്ടീസ് മാൻഡേറ്ററി പ്രൊവിഷനാണ്, നമുക്കറിയാം. കമ്പനി ഷെയർ ഹോൾഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നോട്ടീസിനെയാണ് കുട്ടികളെ നമ്മൾ നോട്ടീസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് അങ്ങോട്ട് കൊടുക്കുന്ന നോട്ടീസിനെ നമ്മൾ സ്പെഷ്യൽ നോട്ടീസ് എന്ന് പറയും. കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 115 അങ്ങോട്ട് കമ്പനിക്ക് നോട്ടീസ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ 3 സാഹചര്യമുണ്ട്, അത് മൂന്നാമത്തെ വിട്ടേക്ക്. 2 സാഹചര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ 2 തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഈ 2 തീരുമാനങ്ങൾ ഒരു മീറ്റിങ്ങിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സ് അങ്ങോട്ട് നോട്ടീസ് കൊടുക്കണം. അതിനെ നമ്മൾ സ്പെഷ്യൽ നോട്ടീസ് എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ തീരുമാനങ്ങളെ റെസൊല്യൂഷനെ കുറിച്ചല്ല ഈ സെക്ഷൻ പരാമർശിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷന്റെ 3ാമത്തെ ടൈപ്പായിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അത് ശരിയല്ല. ഇത് റെസൊല്യൂഷന്റെ ടൈപ്പ് അല്ല. 2 റെസൊല്യൂഷൻ ഉണ്ട്, അത് പാസ്സാക്കുന്നതിനുള്ള ചില രീതികളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് സ്പെഷ്യൽ നോട്ടീസ്? ഞാൻ വീണ്ടും പറയുന്നു, കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന നോട്ടീസിനെ നോട്ടീസ് എന്നും ഷെയർ ഹോൾഡർ കമ്പനിക്ക് അങ്ങോട്ട് കൊടുക്കുന്ന നോട്ടീസിനെ നമ്മൾ സ്പെഷ്യൽ നോട്ടീസ് എന്നും വിളിക്കും. ആ സാഹചര്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം സീരിയസ് ആണെന്നുള്ളത്. ഓക്കെ, ഒന്ന്, റിട്ടയർ ആവുന്ന ഓഡിറ്ററിനെ വേണ്ട, ഇനി നമുക്ക് വേറൊരു ഓഡിറ്റർ മതിയെന്ന് ഷെയർ ഹോൾഡേഴ്സ് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഇത്തരമൊരു താല്പര്യമുണ്ടെന്നും റിട്ടയർ ആവുന്ന ഓഡിറ്റേഴ്സ് വേണ്ട, മറിച്ച് വേറെ ഓഡിറ്റേഴ്സ് മതിയെന്നും ഉള്ളൊരു ചർച്ച അടുത്ത് വരുന്ന AGM-ലോ അടുത്ത് വരാൻ പോകുന്ന EGM-ലോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ജനറൽ മീറ്റിങ്ങിലോ ചർച്ച ചെയ്യണമെന്ന് ഷെയർ ഹോൾഡേഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ കമ്പനിക്ക് അങ്ങോട്ട് ഷെയർ ഹോൾഡേഴ്സ് എന്ത് കൊടുക്കണം? നോട്ടീസ് കൊടുക്കണം. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഓഡിറ്റർ എന്ന് പറയുന്നത് കമ്പനിയുടെ ബുക്സ് എക്സാമിൻ ചെയ്യുന്ന എക്സ്റ്റേണൽ ഏജൻസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പാർട്ടിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. അത്തരം ഓഡിറ്റർമാരെ ആ റിട്ടയർ ആവുന്ന ഓഡിറ്ററിന് നമുക്കിനി വേണ്ട, വേറൊരു ഓഡിറ്ററിനെ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് അർത്ഥമുണ്ട്. ദേ ഹാവ് എ മിലാഞ്ചസ് മീനിങ് ഫോർ ദാറ്റ്, because there may be a collusion between the existing auditor and the board or the management, and the shareholders does not want to reappoint that auditor. Is a serious if I am permitted to say, it's a serious corporate governance issue. So the Companies Act wants an additional due diligence here. So that is why if the shareholders want to discuss about this item, then the shareholders required to give a notice in advance to the company. കമ്പനിക്ക് അങ്ങോട്ട് നോട്ടീസ് കൊടുക്കണം, ഇത്തരം ഒരു റെസൊല്യൂഷൻ വരാൻ പോകുന്ന ജനറൽ മീറ്റിംഗിൽ നമുക്ക് ചർച്ച ചെയ്യണമെന്ന് കൊടുക്കണം. വരാൻ പോകുന്ന AGM ആയാലും EGM ആയാലും മോസ്റ്റ്ലി AGM-ലായിരിക്കും
കാരണം AGM-ലാണല്ലോ ഓഡിറ്റർ അപ്പോയിൻമെൻറ്റും ഡയറക്ടർ അപ്പോയിൻമെൻറ്റും ഒക്കെ വരുന്നത്. അപ്പോൾ വരാൻ പോകുന്ന AGM-ന് അല്ലെ വരാൻ പോകുന്ന ജനറൽ മീറ്റിങ്ങിന് 14 ദിവസത്തിന് മുമ്പ് കമ്പനിക്ക് അങ്ങോട്ട് ഷെയർ ഹോൾഡേഴ്സ് നോട്ടീസ് കൊടുത്തിട്ട് പറയണം, ഈ ഒരു അജണ്ട ഐറ്റം അല്ലെങ്കിൽ ഈ ഒരു റെസൊല്യൂഷൻ ഈ വരാൻ പോകുന്ന മീറ്റിങ്ങിൽ നമുക്ക് ചർച്ച ചെയ്യണമെന്ന്. സാഹചര്യം 1. അടുത്ത സാഹചര്യം കുറച്ചൊരു ക്രിട്ടിക്കലാണ്. അടുത്ത സാഹചര്യം ഒരു ഡയറക്ടറിനെ നമുക്ക് മാറ്റണം. കമ്പനിയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂസോ മിസ്മാനേജ്മെന്റോ ഡയറക്ടർ ബോർഡ് തലത്തിൽ പ്രശ്നക്കാരനായ ഒരു ഡയറക്ടറിനെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ട എന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയന്തരമായി ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ ഡയറക്ടറിനെ റിമൂവ് ചെയ്യുന്ന ചർച്ച നടത്തണം. ആ തരം കാര്യങ്ങളും കമ്പനീസ് ആക്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ഐറ്റം പാസ്സാക്കാനാണ് ഷെയർ ഹോൾഡേഴ്സ് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ കമ്പനിക്ക് അങ്ങോട്ട് നോട്ടീസ് കൊടുക്കണം, സ്പെഷ്യൽ നോട്ടീസ്. ഡയറക്ടർമാരെ റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഏത് സെക്ഷനിലാണ് ഡയറക്ടർമാർ റിമൂവ് ചെയ്യുന്നത്? പറഞ്ഞാരെങ്കിലും. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് റിമൂവൽ ഓഫ് ഡയറക്ടർ? പറയൂ. 169. വെരി ഗുഡ്. 169 പ്രകാരം ഡയറക്ടർമാരെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ പ്രൊവിഷൻ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഓർത്തെടുക്കുക. പ്രൊവിഷൻ പ്രകാരം സെക്ഷൻ 169, എനി ഡയറക്ടർ ക്യാൻ ബി റിമൂവ്ഡ് before the tenure of the director by the shareholders by passing an ordinary resolution with a special notice എന്നാണ് എഴുതി. So it is very clear that you have to pass, you have to give a special notice. അപ്പോൾ കമ്പനീസ് ആക്ടിൽ 2 നിർണായക സിറ്റുവേഷനിൽ ഇങ്ങനൊരു ലോ ഉണ്ട്. ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ്, ആ റെസൊല്യൂഷൻ മീറ്റിംഗിൽ വയ്ക്കുന്നതിന് മുമ്പ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് അങ്ങോട്ട് നോട്ടീസ് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, കമ്പനിക്ക് അങ്ങോട്ട് നോട്ടീസ് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ സ്പെഷ്യൽ നോട്ടീസ് എന്ന് പറയും. So it is very critical, and the both items directly connect to the corporate governance matters of the company. One is the decision to not to reappoint the retiring auditor. Second one is to remove a director before his tenure. So these both are critical. So in both these situations, before passing a resolution as such, the shareholders, if they intend to do so, then they have to give a notice to the company saying that they intend to do this. ഇങ്ങനെ ഒരു കാര്യം അവർക്ക് ചർച്ച ചെയ്യണം. ഈ റെസൊല്യൂഷൻസ് വന്നിട്ട് അടുത്ത് വരുന്ന ജനറൽ മീറ്റിംഗിൽ അവർക്ക് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ് കമ്പനിക്ക് അങ്ങോട്ട് നോട്ടീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി അത് മീറ്റിംഗിൽ വെച്ച് ചർച്ച ചെയ്യും. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ്ലി ആ നോട്ടീസിനൊക്കെ ചില 1-2 പ്രൊസീജിയേഴ്സ് കൂടെ പറയാം. ഒന്ന്, ആ ജനറൽ മീറ്റിംഗ് നടക്കുന്നതിന് 14 ദിവസം മുമ്പ് ഇത്തരം ഒരു നോട്ടീസ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് അങ്ങോട്ട് കൊടുക്കണം. 14 ദിവസം. ഓക്കെ, 14 ഡേയ്സിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നോട്ടീസ് കൊടുക്കണം. പോയിന്റ് നമ്പർ 1. ഈ നോട്ടീസ് കിട്ടുമ്പോൾ തന്നെ കമ്പനി ഞെട്ടും അല്ലേ? കാരണം ബോർഡ് ഞെട്ടും. കാരണം വെച്ചാൽ അയ്യോ, ഓഡിറ്ററിനെ വേണ്ടാന്ന് പറയുന്നു അല്ലെങ്കിൽ ഡയറക്ടറിനെ വേണ്ടാന്ന് പറയുന്നു ഉള്ള ഒരു ചെറിയൊരു കാര്യമല്ല അല്ലേ? ഭയങ്കര, പ്രത്യേകിച്ച് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിലൊക്കെ അതൊക്കെ ഉടനെ തന്നെ CNBC-യിലും ET Now-ലും NDTV Profit പോലത്തെ ബിസിനസ് ചാനലിലൊക്കെ, അതുപോലെ ബിസിനസ് സ്റ്റാൻഡേർഡ്, ബിസിനസ് ലൈൻ പോലത്തെ പത്രങ്ങളിലൊക്കെ ന്യൂസായിട്ട് വരും. സോ ഇറ്റ് ബി വെരി സെൻസിറ്റീവ് ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 14 ദിവസം മുമ്പ് എങ്കിലും, മിനിമം 14 ദിവസം മുമ്പെങ്കിലും നിങ്ങൾ കമ്പനിക്ക് അങ്ങോട്ട് നോട്ടീസ് കൊടുക്കണം. ഇത്തരം നോട്ടീസ് കമ്പനിക്ക് കിട്ടിയാൽ കമ്പനി നോട്ടീസ് കിട്ടി 7 ദിവസം, മീറ്റിങ്ങിന് 7 ദിവസം മുമ്പ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കത്ത് കൊടുത്തിട്ട് പറയണം, ഇങ്ങനെ ഓഡിറ്ററിനെ റിട്ടയറിംഗ് ഓഡിറ്ററിനെ വേണ്ട, വേറൊരു ഓഡിറ്ററിനെ മതിയെന്നോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡയറക്ടറിനെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ ഷെയർ ഹോൾഡേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അടുത്ത് വരാൻ പോകുന്ന ജനറൽ മീറ്റിംഗിൽ നമ്മൾ ഈ ഐറ്റം ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് കമ്പനി ഈ കിട്ടിയ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഈ കിട്ടിയ കത്ത് അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ നോട്ടീസിന് ഇങ്ങനൊരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഇത് 7 ദിവസം മുമ്പ് അയച്ചു കൊടുക്കുക. ആ സമയപരിധികൾ മറക്കരുത്. ആദ്യത്തെ സമയപരിധി എന്ന് പറയുന്നത് 14 ദിവസം മുമ്പ് ജനറൽ മീറ്റിംഗിൽ 14 ദിവസം മുമ്പ് ഇത്തരം നോട്ടീസ് നിങ്ങൾ കൊടുത്തിരിക്കണം. കമ്പനിക്ക് അത് കിട്ടി മീറ്റിങ്ങിന് 7 ദിവസം മുമ്പ് തന്നെ, കമ്പനിന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കമ്പനി എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഇങ്ങനൊരു തീരുമാനം വന്നിട്ടുണ്ട്, ഇങ്ങനൊരു അഭിപ്രായം വന്നിട്ടുണ്ട്, ഇങ്ങനൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും നോട്ടീസ് കൊടുക്കും. അങ്ങനെ നോട്ടീസ് കൊടുത്തിട്ട്
ആ വരുന്ന ജനറൽ മീറ്റിങ്ങിൽ AGM ആയാലും EGM ആയാലും അത് ചർച്ചയ്ക്കിടും. ചിലപ്പോൾ ആ റെസൊല്യൂഷൻ പാസ്സായിപ്പോവും, അത് ചിലപ്പോൾ പാസ്സായി പോകത്തില്ല. അതൊക്കെ ആ മീറ്റിങ്ങിൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ ആ ഫേറ്റിനനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കും. നമ്മളതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ഷെയർ ഹോൾഡേഴ്സ് എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അന്നത് പറയുന്നത് റെസൊല്യൂഷൻസ് റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസ്. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ് നമ്മളിന്ന് പഠിച്ചത്. സെക്ഷൻ 114 ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും, സെക്ഷൻ 115 റെസൊല്യൂഷൻസ് റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസ്. 3 സാഹചര്യമുണ്ട് ട്രസ്റ്റീസിനെ മാറ്റുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ 2 സാഹചര്യം ഓർമ്മിച്ചാൽ മതി. ഏതൊക്കെയാണ്? ഓഡിറ്റർ റിട്ടയറിംഗ് ഓഡിറ്ററിന് വേണ്ട, മറിച്ച് വേറൊരു ഓഡിറ്ററിന് മതിയെന്ന് തീരുമാനിക്കുകയോ, രണ്ടാമത്തത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡയറക്ടറിനെ ടെന്യൂറിന് മുമ്പായിട്ട് നമ്മൾ പുറത്താക്കും. Any doubts? Any clarifications? These are very critical, important, എന്താ പറയുക, മീറ്റിങ്ങിൻ്റെ പ്രൊസീജിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ആദ്യത്തെ എനി ഡൗട്ട്സ്? ഗായത്രി, എനി ഡൗട്ട്സ് പ്ലീസ്? എനിബഡി? നന്ദന, എനി ഡൗട്ട്സ് പ്ലീസ്? ക്ലിയർ? ചോദിച്ചോ പ്രദീപ്. ഉണ്ട്. കാരണം ഓഡിറ്ററിനെ ബോർഡിന് മാറ്റാൻ പറ്റൂല. ഓഡിറ്ററിനെ മാറ്റുന്നത്, ഡയറക്ടറിനെ മാറ്റുന്ന പവർ എല്ലാം ഷെയർ ഹോൾഡേഴ്സിലാണ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബോർഡിന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ പോലും അവർക്കത് AGM-ൽ ഒരു ഐറ്റമായിട്ട് കൊണ്ടുവരാം, അത്രേ ഉള്ളൂ. ഇനി വരത്തില്ല. അത് ഷെയർ ഹോൾഡേഴ്സിന് ആവശ്യം ഉണ്ടെങ്കിലാണ് ഷെയർ ഹോൾഡേഴ്സ് അത് ചെയ്യേണ്ടത് കേട്ടോ. അത് നല്ലൊരു പോയിന്റാണ്. ബോർഡിന് തന്നെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ബോർഡ് AGM-ൽ ഒരു ഐറ്റം കൊണ്ടുവന്നാൽ മതിയല്ലോ. അത് വാലിഡ് ആയിട്ടൊരു പോയിന്റാണ് പ്രദീപ് ചോദിച്ചത്. ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ ഒരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ സാധാരണ സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കുന്നത്. ബട്ട് ബോർഡ് ഇറ്റ്സെൽഫ് ഓഡിറ്ററിനെ മാറ്റണമെന്ന് തീരുമാനം, അല്ലെങ്കിൽ റിട്ടയറിംഗ് ഓഡിറ്റർ വേണ്ടാന്നുണ്ടെങ്കിൽ അത് AGM-ൽ ഐറ്റമായിട്ട് വയ്ക്കൂ, ഷെയർ ഹോൾഡർ ചർച്ച ചെയ്യട്ടെ. പക്ഷേ ബോർഡിന് തീരുമാനിക്കാൻ പറ്റത്തില്ല, ബോർഡിന് അഭിപ്രായം മാത്രമേ ഉള്ളൂ. കാരണം ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ഓഡിറ്ററിനെ മാറ്റുന്നതും അതുപോലെ തന്നെ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ഡയറക്ടറിനെ മാറ്റുന്നതിന് പവർ ഇരിക്കുന്നത് വന്നിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്താണ്. അത് AGM-ൽ വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും. പക്ഷെ അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് പ്രദീപ് പറഞ്ഞ പോലെ വളരെ നല്ലൊരു പോയിന്റാണ്. ബോർഡിന് വേണമെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യാം. Good point. Yes, now we are moving. അപ്പോൾ ഈ പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞു, അവിടെ തന്നെ ആ പിക്ചർ വെച്ച് ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു. സ്റ്റഡി മീറ്റിൽ മാർക്ക് ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. സെക്ഷൻ ലൈബ്രറി പോകേണ്ടതാണ്. 114 ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും. അത് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതാണ്. ഇനി അതിൻ്റെ ആവശ്യമില്ല, അത് മാർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ കിടപ്പുണ്ട്. ഓഡിറ്റ് റെസൊല്യൂഷൻ വേണ്ട ഐറ്റംസിനെ കുറിച്ചൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ഒരു 3 പഠിച്ചു വയ്ക്കുക. അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ്, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്, അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്രൂവ് ചെയ്യുക. അതെല്ലാം ഓഡിറ്റ് റെസൊല്യൂഷൻ മതി. അപ്പോൾ ഒരു 3 എക്സാമ്പിൾ വന്നിട്ട് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഒരു എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഒരു 3-4 പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. അതുമൊന്ന് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. ഒരു ഐഡിയ കിട്ടാൻ. പണ്ടൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ CS പ്രൊഫഷണൽ പഠിക്കുമ്പോൾ, ഇപ്പോഴത്തെ പ്രൊഫഷണൽ അന്നത്തെ ഫൈനലിൽ പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ എനിക്കിപ്പോഴുണ്ട്, ഞാൻ എഴുതിയപ്പോഴാണ് ചോദിച്ചത്. 16 സ്പെഷ്യൽ ഐറ്റംസ് ചോദിക്കും. മനസ്സിലായി? എന്നാലും ചോദിക്കുക, നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുക. സ്റ്റേറ്റ് എനി 16 ഐറ്റംസ് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ 16 എവിടെന്നെങ്കിലൊക്കെ പെറുക്കിയെടുത്ത് എഴുതേണ്ടി വരും. പിന്നെ പണ്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഇപ്പോൾ ഉണ്ടോന്ന് ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു. പണ്ട് മാച്ച് ദ ഫോളോയിങ് ചോദിക്കും, ഈ ഓർഡിനറി റെസൊല്യൂഷൻ ആണോ സ്പെഷ്യൽ റെസൊല്യൂഷൻ മാച്ച് ചെയ്യാനൊക്കെ പറയും. അങ്ങനെയൊക്കെ അനാലിസിസ് കൊണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ കുറവാണ്. എക്സാമ്പിൾസ് ഓഫ് സ്പെഷ്യൽ റെസൊല്യൂഷൻ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓർഡിനറി റെസൊല്യൂഷൻ വേണ്ട 3 എക്സാമ്പിൾസും സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണ്ട 3 എക്സാമ്പിൾസും ഒന്ന് നോക്കി വയ്ക്കുക. സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണ്ട കേസ് ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യുക, നെയിം ചേഞ്ച് ചെയ്യുക, പ്രൈവറ്റ് കമ്പനിയെ പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇതെല്ലാം പാർട്ട് എയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും കൂടെ നോക്കി വയ്ക്കുക. കമ്പനിയുടെ പേര് മാറ്റുക, കമ്പനിയുടെ ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യുക, കമ്പനിയെ പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും പബ്ലിക് കമ്പനിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇതൊരു നല്ലൊരു എക്സാമ്പിൾ. എല്ലാം നല്ല ഹെവി വെയിറ്റ് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഓർഡിനറി റെസൊല്യൂഷൻ വേണ്ട 3 എക്സാമ്പിൾസും അതുപോലെ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണ്ട 3 എക്സാമ്പിൾസും ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. സെക്ഷൻ 115 വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
അതിൻ്റെ അകത്ത് റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ് സെക്ഷൻ 115. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഞാൻ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സ് അങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ എന്നാണ് പറഞ്ഞത് അല്ലേ, അതിനാണ് സ്പെഷ്യൽ നോട്ടീസ് എന്ന് പറയുന്നത്. അതിനൊരു പെർസെൻറ്റേജ് വെച്ചിട്ടുണ്ട്. ഇന്നലെ പഠിച്ച റിക്വസിഷൻസ് മീറ്റിങ്ങിൽ ഒരു പെർസെൻറ്റേജ് ഉണ്ട് അങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന്. അതുപോലെ തന്നെ സ്പെഷ്യൽ നോട്ടീസ് വഴിയേ ഒരു റെസൊല്യൂഷൻ ജനറൽ മീറ്റിങ്ങിൽ വരണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു പെർസെൻറ്റേജ് ലിമിറ്റ് ഉണ്ട്. കമ്പനിയുടെ 1% ഷെയർ വെച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ 5 ലക്ഷമെങ്കിലും ഷെയർ വെച്ചിരിക്കുന്നവർ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത്തരം ഒരു സ്പെഷ്യൽ നോട്ടീസ് വഴിയേ ഉള്ള റെസൊല്യൂഷൻ അടുത്ത മീറ്റിങ്ങിൽ വരത്തുള്ളൂ. അതായത് ചുമ്മാ ഏതെങ്കിലും 1, 2, 3 ഷെയർ ഹോൾഡർ ചുമ്മാ 5000 ഷെയർ 2000 ഷെയർ വെച്ചിരിക്കുന്നവർ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ഒരു സ്പെഷ്യൽ നോട്ടീസിനെ പരിഗണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മിനിമം ഇത്ര ശതമാനമെങ്കിലും ഷെയർ വെച്ചിരിക്കുന്നവർ അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുത്താൽ അല്ലെങ്കിൽ സ്പെഷ്യൽ നോട്ടീസ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കുട്ടികളെ, ഇത് കമ്പനി പരിഗണിക്കത്തുള്ളൂ. അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ ലിമിറ്റ് വന്നത് 10 അല്ല, ഇവിടെ 1%. ടോട്ടൽ പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ 1%, അല്ലെങ്കിൽ 5 ലക്ഷം രൂപയോ ഷെയർ വച്ചിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് വേണം സ്പെഷ്യൽ നോട്ടീസ് അങ്ങോട്ട് കൊടുക്കാനായിട്ട്. അത്തരം സ്പെഷ്യൽ നോട്ടീസ് ജനറൽ മീറ്റിങ്ങിന് 14 ദിവസം മുമ്പ് കൊടുത്തിരിക്കണം. കമ്പനി ഇൻടേൺ 7 ദിവസം മുമ്പ്, അത് ഈ മീറ്റിങ്ങിന് 7 ദിവസം മുമ്പ് തന്നെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും അറിയിക്കും. ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ്റെ ആവശ്യം ഷെയർ ഹോൾഡേഴ്സിന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഐറ്റം അടുത്ത് വരുന്ന EGM-ലോ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 ഐറ്റം ഞാൻ പറഞ്ഞു. 2 ഐറ്റം ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കമ്പനീസ് ആക്ടിലെ 140 അണ്ടർ സെക്ഷൻ 140 റിട്ടയറിംഗ് ഓഡിറ്റ് വേണ്ട, നമുക്ക് വേറൊരു ഓഡിറ്റ് ഒന്നും മതിയെന്ന് തോന്നിയോ. രണ്ടാമത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡയറക്ടറിനെ നമുക്ക് മാറ്റണം, സെക്ഷൻ 169 മാറ്റണമെന്നുണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പെഷ്യൽ നോട്ടീസ് മാൻഡേറ്ററി ആയിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതിന് സെക്ഷനായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ മിനിമം എത്ര ശതമാനം ഷെയർ വെച്ചിരിക്കുന്നവർ സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കണമെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1% ഷെയറോ അല്ലെങ്കിൽ 5 ലക്ഷമോ പെയ്ഡപ്പ് ക്യാപിറ്റൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ബാക്കി കുറേയൊക്കെ ആവശ്യമില്ലാത്തതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കമ്പനിക്ക് നോട്ടീസ് കിട്ടിയാൽ എന്ത് ചെയ്യണം. കമ്പനിക്ക് നോട്ടീസ് കിട്ടിയാൽ 7 മീറ്റിംഗ് 7 ദിവസം മുമ്പ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കണം. ഈ 7 ദിവസം മുമ്പ് അറിയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ടർ പീരീഡാണ്. ഇതിനിടയിൽ ഒരു നോട്ടീസൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു റെസൊല്യൂഷനൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വളരെ ടൈം ലിമിറ്റ് കുറഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ പത്രത്തിൽ എന്ത് ചെയ്യുക, പരസ്യം കൊടുക്കാം. ബൈ എ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിച്ചാൽ മതി. നോട്ടീസ് ഈസ് ഹിയർ ബൈ ഗിവൺ that let it know to the all shareholders that a special notice has been received by the company dated so and so for removing director പേര് DIN number okay ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, പത്രത്തിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം 7 ദിവസം മുമ്പ് മീറ്റിങ്ങിന്, കാരണം ഇല്ലേ 14 ദിവസം മുമ്പാണ് കിട്ടുന്നത്, തൊട്ടടുത്ത് 7 ദിവസം മുമ്പ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കും വേണം. അപ്പോൾ അതൊരു ടൈം ലിമിറ്റ് ഭയങ്കര ടൈറ്റാണ്. അത് ലോ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ലോയിൽ പറയുന്നുണ്ട്, അഥവാ ഇൻഡിവിജ്വൽ നോട്ടീസ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പത്ര നോട്ടീസ് വഴി കൊടുത്ത് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അറിയിക്കണം. കാരണം അവരെല്ലാം പ്രിപ്പയർ ചെയ്ത് വരണം അല്ലേ. കാരണം ഈ ജനറൽ മീറ്റിങ്ങിൽ, ഈ വരാൻ പോകുന്ന ജനറൽ മീറ്റിങ്ങിൽ തന്ത്രപ്രധാനമായ വിവാദം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള, ഒരുപാട് ചർച്ച നടക്കാൻ സാധ്യതയുള്ള ഈ ഐറ്റം ഡിസ്കസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഈ ഐറ്റം വന്നിട്ട് ഡെലിബറേറ്റ് ചെയ്യാൻ പോവാണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് വരണം. അപ്പോൾ അവിടെ വന്നിട്ട് ചർച്ച നടക്കും. അത് പാസ്സാവുകയോ പാസ്സാവാതിരിക്കുകയോ ചെയ്യാം. ഈ കേസ് ലോസ് ഒക്കെ നോക്കി അത്ര റിലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. റിലവൻ്റ് ഉള്ള കേസ് ലോസ് ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ അത്ര റിലവൻ്റ് ആയിട്ട് തോന്നിയില്ല. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അഗെയിൻ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇമ്പോർട്ടൻസും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കേസ് ലോയിൽ. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക, സോ ദാറ്റ് യു ഫീൽ വെൻ യു ഗെറ്റ് ടൈം യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ബട്ട് നോട്ട് ദാറ്റ് മച്ച് ഭയങ്കര ഒരു ഒരു റെവല്യൂഷണറി ആയിട്ടൊരു ജഡ്ജ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നിയില്ല. എങ്കിലും ഇതൊന്നും മാർക്ക് ചെയ്ത് വയ്ക്കുന്നതല്ല. ഈ കേസ് കൊള്ളാം. ഈ പറഞ്ഞ പോലെ തൊട്ട് താഴെ കിടക്കുന്ന കേസ് BSE ലിമിറ്റഡ് വേഴ്സസ് സുരേഷ് ചന്ദ്രയുടെ കേസ്, അതെനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് കുട്ടികളെ, അതിൻ്റെ അകത്ത് ഈ പത്രപരസ്യം കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല 7 ദിവസം സമയം കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പത്രപരസ്യം കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പബ്ലിസിറ്റി ആവും അല്ലേ, നമ്മൾ പർട്ടിക്കുലർ ഡയറക്ടറിനെ മാറ്റാൻ പോകുന്നു എന്നുള്ള ഒരു ന്യൂസ് ജനം മൊത്തം അറിയും. അപ്പോൾ അതൊക്കെ ഒരു മീഡിയ ഹൈപ്പൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്രപരസ്യം പരമാവധി അവോയ്ഡ് ചെയ്യാം എന്നൊരു എനേബിളിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഒരു മെയിൽ അയച്ചാൽ പോരെ എല്ലാവർക്കും അല്ലേ. ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് മെയിൽ അയക്കുന്നു,
5000 പേർക്ക് മെയിൽ അയക്കുന്നത് എഫർട്ട് ഒന്നാണ് അല്ലേ. ഓൾറെഡി ടൈപ്പ് ചെയ്ത് വയ്ക്കുന്നു, കോൺടാക്ട്സിൽ ഗ്രൂപ്പ് കാണും, ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഷെയർ ഹോൾഡേഴ്സിന്, അതിലങ്ങ് സെൻഡ് ചെയ്താൽ മതി. ഈ പത്രപരസ്യം കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതെല്ലാവരും അറിയും, ജനങ്ങളറിയും, മീഡിയ അറിയും, ബാങ്കർ അറിയും. ഒരു ഡയറക്ടറിനെ മാറ്റാൻ പോകുന്നു, ഇപ്പോൾ പ്രമോദ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിനെ മാറ്റാൻ പോകുന്നു നമ്മൾ പത്രത്തിൽ കൊടുക്കുമ്പോഴേ ഇങ്ങനെ നോട്ടീസ് ഷെയർ ഹോൾഡേഴ്സിനകത്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതൊരു നമ്മൾ പറയത്തില്ല ഒരു ഔട്ട്ക്രൈ, ഭയങ്കരമായിട്ടുള്ള ചർച്ച നടക്കും ജനങ്ങളുടെ ഇടയിൽ, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ, മ്യൂച്വൽ ഫണ്ട്സ് കമ്പനീസിൻ്റെ ഇടയിൽ. എസ്പെഷ്യലി ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട, അത് പെട്ടെന്ന് ഷെയർ മാർക്കറ്റിൽ അവരുടെ ഷെയറിൻ്റെ വാല്യുവേഷനെ കുറിച്ചും അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് പ്രൈസിനെ കുറിച്ച് CMP എന്ന് പറയും, കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. സോ അത് സെൻസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ പത്രപരസ്യം അവോയ്ഡ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്താൽ പ്രശ്നമാവും തോന്നുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി യു റിസോർട്ട് ടു ദ ഇൻഡിവിജ്വൽ അഡ്വർടൈസ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2014 സുരേഷ് ചന്ദ്രയുടെ കേസ് വേണമെങ്കിൽ അത് കോട്ട് ചെയ്യാം. ഈ ഏരിയേഷൻ കഴിയാറായി. ഇനിയിപ്പോൾ പ്രോസസ്സ് അതിലൊന്നും വലിയ കാര്യമില്ല, അത് ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി. അത് നമ്മൾ ഒന്നും അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട. ചില കാര്യങ്ങളൊക്കെ ഒന്നാമതെല്ലാം ട്രഡീഷണൽ സംഭവങ്ങളാണ്. ഈ മോഷൻ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്കസ് ദാറ്റ് തിങ്സ്, സോ ജസ്റ്റ് മാർക്ക് ഇറ്റ്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നൗ ഐ തിങ്ക് ഒരു പോയിന്റോട് നോക്കിയിട്ട് ബ്രേക്ക് എടുക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ അറിയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻസ്. അപ്പോൾ ഒരു കമ്പനിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണല്ലോ സ്പെഷ്യൽ റെസൊല്യൂഷൻ. നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയുടെ ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്യുക, കമ്പനിയുടെ പേര് മാറ്റുക, പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആക്കുക, കമ്പനിയുടെ നെറ്റ്വർത്തിന് മുകളിൽ ലോൺ എടുക്കുക, കമ്പനിയുടെ പ്രോപ്പർട്ടീസ് മുഴുവനായിട്ടോ മെജോറിറ്റി ആയിട്ടോ വിൽക്കുക. അപ്പം ഇത്തരം വളരെ ഇൻ്റർ കോർപ്പറേറ്റ് ലോൺ, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് മുകളിൽ കൊടുക്കുക. See, all these things are very important decisions. So that is why you require a special resolution in the Companies Act. It has to be approved by more than 75% shareholding of the shares. So, in addition to all the procedures which we studied, there is a form filing compliance that all special resolutions passed by a company at the general meeting, all special resolutions, since these are very serious, decisions, a certified copy of the resolution passed at the meeting has to be filed with the Registrar of Companies within 30 days of the passing of the resolution in form MGT 14 with ROC, section 117. അപ്പോൾ 117 പ്രകാരം നിർണായകമായിട്ട് ഇങ്ങനെ എടുത്തിട്ടുള്ള സ്പെഷ്യൽ നോട്ടീസ് അല്ല ഞാൻ പറഞ്ഞു, സ്പെഷ്യൽ റെസൊല്യൂഷൻസിനെ കുറിച്ചാണ്. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻ. കമ്പനിയിൽ എടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസൊല്യൂഷൻസ് ആണല്ലോ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം റെസൊല്യൂഷനെ കുറിച്ച് ROCയിൽ നമ്മൾ ഇൻഫോർമേഷൻ കൊടുക്കണം, രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഫയൽ ചെയ്യണം. കാരണം നാളൊരു കാലത്ത് എന്തെങ്കിലും ഒരു പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ ആ കമ്പനിയിൽ എന്തെങ്കിലും നടപടികൾ എടുക്കേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ ഇത്തരം റെസൊല്യൂഷൻസിൻ്റെ വ്യാപ്തിയെക്കുറിച്ചൊക്കെ ROCക്ക് പരിശോധിച്ച് നോക്കേണ്ടി വരും. പക്ഷെ അതിനാദ്യം അറിയേണ്ടത് ROC ഇതെങ്ങനെ അറിയും അല്ലേ? നിങ്ങളെ കമ്പനിയിലെ മിനിറ്റ്സ് ചോദിക്കാൻ പറ്റത്തില്ല, അന്ന് അതല്ലല്ലോ. അപ്പോൾ അതിനൊരു സംവിധാനം വേണം. there should be a system. So that is why, my dear students, Companies Act prescribes under section 117 of the Act that any special resolution passed by any category of company, maybe by companies, has to be filed with the ROC. A certified copy of the special resolution passed at the general meeting of the company has to be filed with the Registrar of Companies within 30 days of the meeting in form E-form MGT 14. Okay, so this is a mandatory provision. And mind you, this form MGT 14 is not only used for ഫയലിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ, അതിന് വേറെയും ചില പർപ്പസ് ഉണ്ട്. അത് എവിടെയെങ്കിലുമൊക്കെ പാർട്ടിയിൽ പഠിക്കും. ലൈക്ക് അഗ്രിമെന്റ്സ്, കമ്പനി എക്സിക്യൂട്ട് ചെയ്യുന്ന ചില അഗ്രിമെന്റ്സ് ഉണ്ട്, MD അപ്പോയിന്റ്മെന്റ് അഗ്രിമെന്റ്സ്. അങ്ങനെ there are many other circumstances also where MGT 14 is being used, which I don't want to discuss at this point of junction. Okay, so ഇവിടുത്തെ ഈ മീറ്റിംഗിന്റെ കൺസെപ്റ്റിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. സെക്ഷൻ 117 പ്രകാരം, കമ്പനീസ് ആക്ടിൽ 117 പ്രകാരം ഒരു കമ്പനിയിൽ പാസ്സാക്കുന്ന സ്പെഷ്യൽ റെസൊല്യൂഷൻസിൻ്റെ സർട്ടിഫൈഡ് കോപ്പി ROCയിൽ മീറ്റിംഗ് ഡേറ്റിൽ നിന്നും പാസ്സാക്കിയ ദിവസം നിന്നും
ദിവസത്തിൻ്റെ അകത്ത് MGT14 ഈ ഫോം ROC ഫയൽ ചെയ്യണം. അതിൻ്റെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഈ റെസൊല്യൂഷൻ്റെ സർട്ടിഫൈഡ് ട്രൂ കോപ്പി വച്ചിരിക്കും. Any doubts you can please ask. So now we will have a break. എന്നിട്ട് നമ്മൾ ഈ നോട്ടീസും കൂടെ ഒന്ന് കവർ ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ സെഷൻ നിർത്തും. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കോറമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, ഡോണ്ട് മിസ് നെക്സ്റ്റ് കമ്മിങ് ക്ലാസ്സസ്. കോറം പ്രോക്സിയൊക്കെ ഭയങ്കരമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതും ഒരുപാട് ന്യൂനാലിസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു അറ്റൻഡ് ക്ലാസ്സസ്. Now we will have a small break and we will continue with notice. Any doubts or clarifications so far? ഈ റെസൊല്യൂഷൻസിനെ കുറിച്ചൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇതെല്ലാം നമ്മൾ വേണം അഡ്വൈസ് ചെയ്യാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ 10-12 പേര് ഷെയർ ഹോൾഡറിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 6 ലക്ഷം 7 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഈ വോട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര പേര് എവിടെ നിന്നൊക്കെ വോട്ട് ചെയ്യും അല്ലേ? അപ്പോൾ പെർസെൻറ്റേജ് കമ്പ്യൂട്ട് ചെയ്യുക, ബ്രിമ്മിൽ കിടക്കും, 74.05 കിടക്കും. അങ്ങനെ റെസൊല്യൂഷൻ പാസ്സാവാതെ പോകും. തരം ഇനി ഇതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റീവ് ഡിസിഷൻസ് ഒക്കെ എസ്പെഷ്യലി ലിസ്റ്റഡ് കമ്പനിയിൽ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, ഇപ്പോൾ TV കേൾക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരുപാട് വലിയ വലിയ കമ്പനികളിലൊക്കെ ബോർഡ് റൂം തർക്കങ്ങളും ഷെയർ ഹോൾഡേഴ്സ് മീറ്റിങ്ങിലൊക്കെ തർക്കങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റും ഇറ്റ് മേ ലീഡ് ടു ലോട്ട് ഓഫ് ഡിസ്പ്യൂട്ട്സ്. എസ്പെഷ്യലി ലിസ്റ്റഡ് കമ്പനി ആകാൻ പറയുന്നത് ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സ് അല്ലേ? സെബി, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, അവരെല്ലാം ഇത് വാച്ച് ചെയ്യാണ്. ഓക്കെ, സോ ഇന്നിപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് സെക്ഷൻ 114, 115, 117 ബ്രേക്കിന് ശേഷം നോട്ടീസ് നോക്കാം. ഓക്കെ, 5 minutes ബ്രേക്ക്. ഓക്കെ, നമുക്കിനി നോട്ടീസിലൂടെ നോക്കാം. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത സെഷൻ നോക്കാം. സെക്ഷൻ 101 ജനറൽ മീറ്റിങ്ങിലെ നോട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ജനറൽ മീറ്റിങ്ങിൻ്റെ പല പ്രൊവിഷൻസ് നോക്കുമ്പോഴും നമ്മൾ ബോർഡിൻ്റെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് പോകും. ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണെങ്കിലും ഈ ജനറൽ മീറ്റിംഗ് നോട്ടീസ് അറിയാമല്ലോ, ഒരു ഇഷ്ടം പോലെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. ബോർഡ് എന്ന് പറയുമ്പം അറിയാമല്ലോ, 8, 9, 10, 12 ആവറേജ് ഡയറക്ടേഴ്സ് കാണത്തുള്ളൂ. അപ്പോൾ അത് വളരെ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഇന്നിപ്പോൾ എല്ലാം എളുപ്പമാണ്. ഇമെയിൽ വഴിയാണ് നമ്മൾ കൂടുതലും നോട്ടീസ് അയക്കുന്നത്, ഓൺലൈനായിട്ടാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. എങ്കിലും പഴയ ഒരു ട്രഡീഷണൽ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ ബോർഡിന് അയക്കുന്നത് വളരെ കുറച്ച് പേർക്കാണ്. അതുകൊണ്ട് തന്നെ മാൻഡേറ്ററി പ്രൊവിഷനാണ് അവിടെ. ഇവിടെയും മാൻഡേറ്ററി ആണ്, പക്ഷേ ഇൻഅഡ്വർട്ടൻ്റ്ലി അങ്ങനൊരു പ്രൊവിഷനുണ്ട്. ഇൻഅഡ്വർട്ടൻ്റ്ലി അബദ്ധവശാൽ മനഃപൂർവ്വമല്ലാതെ ചില ഷെയർ ഹോൾഡേഴ്സിന് നോട്ടീസ് അയച്ചു കൊടുത്തില്ല എന്ന് വെച്ചുകൊണ്ട് മീറ്റിംഗ് ഇൻവാലിഡ് ആവത്തില്ല. പക്ഷേ ബോർഡ് മീറ്റിങ്ങിൽ ഒരു ഡയറക്ടറിന് നിങ്ങൾ നോട്ടീസ് അയച്ചില്ലെങ്കിൽ പോലും ആ എൻ്റയർ ബോർഡ് മീറ്റിങ്ങിലെടുത്ത തീരുമാനങ്ങളും ഇൻവാലിഡ് ആയിപ്പോകും. അപ്പോൾ ഇത് ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഇൻഅഡ്വർട്ടൻ്റ്ലി, മനഃപൂർവ്വമല്ല കേട്ടോ, മനഃപൂർവ്വം ഒരു പർട്ടിക്കുലർ ഷെയർ ഹോൾഡർ വരരുതെന്ന് പറഞ്ഞാൽ അയക്കാതിരിക്കുന്നതല്ല. അബദ്ധവശാൽ 1-2 ഷെയർ ഹോൾഡേഴ്സിന് അയച്ചില്ലെങ്കിൽ പോലും, മിസ്സായാൽ പോലും കുഴപ്പമില്ല. ആ മീറ്റിംഗ് നടക്കും. ആ മീറ്റിങ്ങിലെ തീരുമാനങ്ങളെല്ലാം വാലിഡ് ആവും, ഇൻവാലിഡ് ആവത്തില്ല. ഇത് ആദ്യമേ ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അത് സ്റ്റഡി മെറ്റീരിയലുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. നൗ again, yes, notice is a mandatory provision because without sending a notice, how the shareholders will know there's a meeting is going to be happen. So yeah, it is a statutory requirement, but there is some lighter exemption in a way that we can't expect that especially as a listed company like 5 lakh shareholders ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ചിലർക്ക് മിസ്സായി പോകും, ചിലർക്ക് സ്പാം ഫോൾഡറിൽ പോകും അല്ലേ, ചിലർക്ക് പ്രത്യേകിച്ച് പണ്ടൊക്കെ പോസ്റ്റൽ വഴി അയക്കുമ്പോൾ കുറേയൊക്കെ അങ്ങോട്ട് ഇച്ചിരി മിസ്സാവും. ചിലപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ടായിരിക്കും നോട്ടീസ് എത്തുന്നത്. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവാം. ഇന്നിപ്പോൾ അതൊക്കെ മാറി. ഇന്നിപ്പോൾ എല്ലാ ഇമെയിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള ഇപ്പം എൻ്റെ മെയിൽ നോക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നോട്ടീസസ് പല ലിസ്റ്റഡ് കമ്പനീസിൻ്റെയൊക്കെ. യെസ്, സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. നൗ കമ്മിങ് ടു ഇതിനെ ഓറൽ ആയിട്ടൊന്നും അയച്ചു കൊടുക്കരുത്, വിളിച്ചു പറയുക, അങ്ങനത്തെ കൺസെപ്റ്റ്സ് ഒന്നും നമ്മൾ എൻകറേജ് ചെയ്യുന്നതല്ല. നോട്ടീസ് ഷുഡ് ബി ഇൻ റിട്ടൺ ഫോർമാറ്റ്. Obviously board meeting and of course shareholders meeting should be in the written format. പിന്നെ ബോർഡ് മീറ്റിംഗ് നോട്ടീസും ഷെയർ ഹോൾഡേഴ്സ് നോട്ടീസും തമ്മിലൊരു വ്യത്യാസം കൂടെ പറഞ്ഞുതരാം.
ബോർഡ് മീറ്റിങ്ങിന്റെ നോട്ടീസിൽ സാറിന് നോട്ടീസ് മാത്രമേ ആദ്യം അയക്കത്തുള്ളൂ. പൊതുവേ അജണ്ട പൊതുവെ പിന്നെയാണ് അയക്കുന്നത്, അല്ലെങ്കിൽ പിറകെ അയക്കും. ഇറ്റ് വിൽ ബി ഫോർവേഡഡ് സബ്സിക്വന്റ്ലി. നോട്ടീസിന്റെ അകത്ത് പൊതുവെ നമ്മൾ അജണ്ട പറയാറില്ല ബോർഡ് മീറ്റിങ്ങിനെ സംബന്ധിച്ചോളം. പക്ഷെ ജനറൽ മീറ്റിങ്ങിനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. നോട്ടീസിന്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അജണ്ട ഐറ്റംസ് അല്ലെങ്കിൽ ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് പറയുന്നത്. അത് 2 കാറ്റഗറി ആയിട്ട് പറയും. ദോസ് ഐറ്റംസ് ടു ബി പാസ്ഡ് ആസ് എ ഓർഡിനറി ബിസിനസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ സ്പെഷ്യൽ ബിസിനസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ നോട്ടീസിൽ തന്നെ നമ്മൾ അജണ്ട ഐറ്റം പറയുന്നത്. അതുപോലെ നോട്ടീസ് ആദ്യം കൊടുത്തിട്ട് പിറകെ അജണ്ട വരുമെന്നൊരു കൺസെപ്റ്റ് ജനറൽ മീറ്റിംഗ് നോട്ടീസസിന് ഇല്ല. ഓൾ ജനറൽ മീറ്റിംഗ് നോട്ടീസസ് either it is AGM or it is EGM, the notice will ipso facto contain the items to be transacted at a general meeting. Okay, I think it's clear. Now coming to notice period, which obviously institute എപ്പോഴും ചോദിക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൺവെൻഷണൽ ചോദ്യമാണ് നോട്ടീസ് പീരീഡ്. അപ്പോൾ അതെല്ലാം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഗോ ഓൺ എക്സ്പ്ലെയിനിങ് സോ ദാറ്റ് ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സി നോട്ടീസ് പീരീഡ് ഈസ് a longer period than the board meeting notice. In board meeting it is 7 days notice. You will recollect the law under section 173 where you require 7 days notice, and shorter notice provision is also there. Here the notice period is 21 clear days. 21 clear day എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ പഴയ ലോ ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇമെയിലും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇത്രയും നേരത്തെ നോട്ടീസ് അയക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടി വരുമോ എന്നുള്ള കാര്യം നാളൊരു കാലത്തൊരു അമെൻമെൻ്റ് ഒക്കെ വരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആകുമായിരിക്കാം. ഈ 21 ഡേയ്സ് എന്ന് പറയുന്നത് അറൗണ്ട് 1 മാസം അടുപ്പിച്ചായല്ലേ. അറൗണ്ട് 21 എന്ന് പറയുമ്പോൾ 6-7 ദിവസം കൂടെ ഉള്ളൂ, 1 മാസം. അപ്പോൾ ഒരു 21 ദിവസം മുമ്പ് തന്നെ ഒരു മീറ്റിംഗ് അറിയിക്കുക എന്ന് പറയുന്നത് പഴയ ഒരു കൺസെപ്റ്റാണ്. ഇന്നത്തെ ഇമെയിൽ സിസ്റ്റത്തിൽ അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഷോർട്ടർ ആക്കാം, കുറച്ച് ചെറുതാക്കാം, 15 ദിവസമൊന്നോ അല്ലെങ്കിൽ 10 ദിവസമൊന്നോ ആക്കാം. ശരി, ഇപ്പോഴത്തെ ലോ പ്രകാരം, നിലവിലുള്ള ലോ പ്രകാരം 21 ക്ലിയർ ഡേയ്സ് ആണ്. എന്താണ് ഈ ക്ലിയർ ഡേ? 21 ദിവസം ക്ലിയർ ഡേ നോട്ടീസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടീസ് അയക്കുന്ന ദിവസവും മീറ്റിംഗ് നടക്കുന്ന ദിവസവും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് 21 ദിവസം വേണം ഗ്യാപ്പ്. ഇതാണ് കുട്ടികളെ നമ്മൾ ക്ലിയർ ഡേയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നാണ് നമ്മൾ ജനറൽ മീറ്റിങ്ങിന് നോട്ടീസ് അയക്കുകയാണെങ്കിൽ ഇന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം. നാളെ മുതൽ എണ്ണി തുടങ്ങണം. 1 2 3 4 5 6 എണ്ണി മീറ്റിങ്ങിന്റെ തലേ ദിവസം ആവുമ്പോൾ 21 ദിവസം എത്തണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 21 ഡേയ്സ് നോട്ടീസ് നല്ല കുട്ടികളെ പറഞ്ഞിരിക്കുന്നത്, മറിച്ച് 21 ക്ലിയർ ഡേയ്സ് നോട്ടീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ നോട്ടീസ് അയക്കുന്ന ദിവസവും മീറ്റിംഗ് നടക്കുന്ന ദിവസത്തിന്റെ ഇടയിൽ 21 ദിവസം ഗ്യാപ്പ് വേണം. അപ്പൊ അങ്ങനെ 21 ദിവസം ഗ്യാപ്പ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 23 ദിവസം മുമ്പ് നോട്ടീസ് അയച്ചാൽ മാത്രമേ 21 ദിവസത്തിന്റെ, ഒന്നുകൂടി പറയാം, 23 ദിവസം മുമ്പ് നോട്ടീസ് അയച്ചാൽ മാത്രമേ 21 ക്ലിയർ ഡേ കിട്ടത്തുള്ളൂ. സോ the term 21 clear days means you have to send the notice of general meeting at least 23 days before. ഈ കൺസെപ്റ്റ് മനസ്സിലായോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ എന്താണ്, ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ആരാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഗായത്രി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ ഈ ലോ ഒന്നുകൂടി? മീറ്റിംഗ് നടത്തുന്നതിന്റെ ദിവസവും എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ടോട്ടലി നോട്ട് 23 ഡേയ്സ് ആയിട്ടാണ് നമ്മൾ ആക്ച്വലി അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെരി ഗുഡ്. അപ്പോൾ 23 ദിവസം മുമ്പ് നോട്ടീസ് അയച്ചാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? 21 ദിവസത്തെ ക്ലിയർ ഡേ നോട്ടീസ് കിട്ടത്തുള്ളൂ. സോ ദിസ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ലോ.
അപ്പൊ ഇത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ചിലർ ചോദിക്കും, ക്ലിയർ ഡേ ഒരു ട്രഡീഷണൽ ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിലും ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഈ വ്യൂ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. തൊട്ട് താഴെ ഇത് വളരെ ഫേമസ് ജഡ്ജ്മെന്റ് ആണ്. NVR നാഗപ്പ ചെട്ടിയാർ വേഴ്സസ് മദ്രാസ് റേസ് ക്ലബ് 1949-19 കമ്പനി കാസ് 175 മാഡ്. സോ ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു കേസിലാണ്. ഒരു പക്ഷേ ഞങ്ങളെപ്പോലെ അക്കാഡമീഷ്യൻസ് എത്രയോ വർഷം കൊണ്ട് തന്നെ ഇതിങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, CA ഇന്റർമീഡിയറ്റിനും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എയറിൽ നിന്നാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇതിങ്ങനെ ക്ലിയർ ഡേ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് എന്ന രീതിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഹോണറബിൾ ജഡ്ജ്മെന്റ് തന്നെ പറയുന്നുണ്ട്, ദ എക്സ്പ്രഷൻ 21 ക്ലിയർ ഡേയ്സ് മീൻസ്, കണ്ടോ ജഡ്ജ്മെന്റ്, ദാറ്റ് the date of service of notice and the date of the meeting are excluded when calculating the period of 21 days. ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, 21 days കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ ഗായത്രി പറഞ്ഞ പോലെയും ഞാൻ പറഞ്ഞ പോലെയും നോട്ടീസ് അയക്കുന്ന ദിവസവും മീറ്റിംഗിന്റെ ദിവസവും എക്സ്ക്ലൂഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. കേസ് ലോ ഇത് എപ്പോഴും കോട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് നോട്ടീസ് പീരീഡിൽ ഒരു ചോദ്യം വരാറുണ്ട്. നീ ബോർഡിൽ ചോദിക്കാം, അല്ല ഇവിടെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് കോട്ട് ചെയ്യണം. പക്ഷെ ബോർഡിൽ ക്ലിയർ ഡേ എന്നൊരു കൺസെപ്റ്റ് ഇല്ല, ഇവിടെ ക്ലിയർ ഡേ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ക്ലിയർ ഡേ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ 2013 ആക്ട് ഒക്കെ വന്നപ്പോൾ, അതൊക്കെ ഞങ്ങളൊക്കെ പഠിച്ച് ഒരു പക്ഷേ ഇന്ററൊക്കെ കഴിഞ്ഞ ആ ഒരു, എനിക്ക് ആ പീരീഡിലാണ്, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ സമയത്താണ്. അപ്പോൾ നമ്മളതൊക്കെ പഠിച്ചതിന് ശേഷമൊക്കെ അപ്പോഴാണ് ഈ പുതിയ ആക്ട് വരുന്നത്. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഞാൻ അന്നും പഠിപ്പിക്കുമായിരുന്നു. അപ്പം അന്നൊക്കെ നമ്മളൊക്കെ ഞാനൊക്കെ വളരെ പുതിയ ആക്ട് വന്നപ്പോൾ എടുത്ത് ചാടിക്കേറി നോക്കിയ ചില പ്രൊവിഷൻസ് ആണ് ഇതൊക്കെ. കാരണം എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, പഠിപ്പിക്കുമ്പോൾ അറിയാം നമ്മൾ വളരെ കണ്ണിങ് ആയിരിക്കണം. അപ്പം ഞാൻ അതിശയിച്ചു പോയി. അതേ 21 ക്ലിയർ ഡേയ്സ് പഴയ 1956 ലോ തന്നെയാണ് ഇതിലും വന്നത്. അപ്പോൾ കാരണം പുതിയ ആക്ടിൽ നോട്ടീസ് ഇമെയിൽ അയക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അയക്കുമ്പോൾ അല്ലെങ്കിൽ 21 ദിവസത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് എന്നെ പോലെ അക്കാഡമീഷ്യൻസ് ചിന്തിച്ചിട്ടുണ്ട്. നൗ കേസ് ലോ കണ്ടല്ലോ, NVR നാഗപ്പ ചെട്ടിയാർ വേഴ്സസ് മദ്രാസ് റേസ് ക്ലബ് 1949-19 കോംകാസ് 9175 മാഡ്. ഇത് ഈ കേസ് ലോയുടെ പിറകെ കണ്ടിട്ടില്ലേ, കുറെ നമ്പറുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇതിനാണ് നമ്മൾ സൈറ്റേഷൻ എന്ന് പറയുന്നത്. കേസിന്റെ പേരിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈറ്റേഷൻ. സൈറ്റേഷൻ വായിച്ച് മനസ്സിലാക്കാൻ അറിയാമോ? പ്രീതിനറിയാമോ സൈറ്റേഷൻ വായിക്കാൻ? കാരണം പ്രൊഫഷണൽ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. യു നോ ടു ഇന്റർപ്രിറ്റ് ദി സൈറ്റേഷൻ. സൈറ്റേഷൻ എങ്ങനെയാ വായിക്കണ്ടേ? എനിക്ക് കേൾക്കാത്തതാണോ? ഗായത്രി ഇതെങ്ങനെയാ വായിക്കണ്ടേ? എനി ഐഡിയ? അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയുന്നത് ക്ലാരിറ്റി ആയിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും കുറച്ച് എളുപ്പം. ഈ സൈറ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അഡ്രസ്സ് പറയുന്നത് പോലെയാണ്. കോടതിയിൽ നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോഴും കൗണ്ടർ ഫയൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കേസിൻ്റെ പേരും സൈറ്റേഷൻ കൂട്ടിയിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യാനായിട്ട്, സബ്സ്റ്റാൻറ്റിയേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേരിനെക്കാട്ടിലും, കാരണം നാഗപ്പ ചെട്ടിയാർ എന്ന് പറയുന്നത് വളരെ ഒരു കോമൺ നെയിമാണ്, എസ്പെഷ്യലി തമിഴ്നാട്ടിലൊക്കെ അല്ലേ, നാഗപ്പ ചെട്ടിയാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നാഗപ്പ ചെട്ടിയാർ എന്ന് പറയുന്ന പല കേസും കാണും. അതിൽ മദ്രാസ് റേസ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടൊരു ക്ലബ്ബാണ് മദ്രാസിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ പല വേറെയും കേസുകൾ കാണാം അക്കാഡമിക്കലി. അപ്പോൾ പക്ഷേ സൈറ്റേഷൻ ഒന്നേ കാണത്തുള്ളൂ. അപ്പോൾ ഈ കേസിൻ്റെ പൂർണ്ണ രൂപം, ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈറ്റേഷൻ നോക്കിയാൽ മാത്രമേ പൂർണ്ണ ജഡ്ജ്മെൻറ്റ് കാണൂ. ഈ ജഡ്ജ്മെൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം ഹോണറബിൾ കോർട്ട്. അതിൽ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്, അതിലെ ഒരു വസ്തുതയാണ് നമ്മളിപ്പോൾ പറഞ്ഞ 21 ക്ലിയർ ഡേ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് ഇപ്പോൾ ആദിത്യനോ അല്ലെങ്കിൽ നന്ദനയ്ക്കോ എന്താണ് പ്രദീപിനോ ആർക്കെങ്കിലും, സൗമ്യയ്ക്കോ അല്ലെങ്കിൽ ഗായത്രിക്കോ പ്രീതിനോ അല്ലെങ്കിൽ നമ്മളെ ബാച്ചിലെ സഞ്ജുവിനോ എനിക്കോ ഇതിൻ്റെ പൂർണ്ണ രൂപമാണ് ഈ ജഡ്ജ്മെൻറ്റ്. ഇന്നിപ്പോൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. പക്ഷേ ഈ ജഡ്ജ്മെൻറ്റ് അങ്ങനെ കിട്ടത്തില്ല. ഫുള്ളും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റേഷൻ വഴിയെ വേണം നമ്മൾ നോക്കാൻ. അതെങ്ങനെയാണ് നോക്കണ്ടേ? അപ്പം അതറിയണമെന്നുണ്ടെങ്കിൽ സൈറ്റേഷൻ വായിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പഠിക്കണം. ചുമ്മാ ഒരു ഇൻഫോർമേഷൻ പറയണമെന്നുള്ളൂ. ഈ കേസ് രണ്ടുപേര് തമ്മിലാണ്, അത് വായിക്കുമ്പോഴേ അറിയാം. നാഗപ്പ ചെട്ടിയാറും വേഴ്സസ് മദ്രാസ് റേസ് ക്ലബ്ബുമാണ്. ഇത് 1949 വർഷത്തിലെ ജഡ്ജ്മെൻ്റാണ്. കേസിൻ്റെ തൊട്ട് പിറകെ ബ്രാക്കറ്റിൽ കിടക്കുന്നത് ജഡ്ജ്മെൻറ്റിൻ്റെ വർഷമാണ്.
വർഷം, ഈ കേസിന്റെ ജഡ്ജ്മെന്റ് വർഷം 1949. കുട്ടികളെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ വോളിയം നമ്പറാണ്. വോളിയം നമ്പർ 19ാമത്തെ വോളിയം. അടുത്ത് കിടക്കുന്നത് ഈ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിംഗ് കമ്പനിയുടെ പേരാണ്, അല്ലെങ്കിൽ പബ്ലിഷിംഗ് ഹൗസിന്റെ പേരാണ്. കോംകാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി കേസസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. കമ്പനി കേസസ് എന്ന് പറയുന്ന ജേണൽ അല്ലെങ്കിൽ മാഗസീൻ അല്ലെങ്കിൽ ബുക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടർ എന്ന് പറയും. ഇപ്പോൾ അഡ്വക്കേറ്റ്മാരുടെയൊക്കെ ഓഫീസിൽ കണ്ടിട്ടില്ലേ, ഒരുപാട് ഇങ്ങനെ ഒരുപോലെ ഇരിക്കുന്ന ബുക്കുകൾ അടുക്കി വെക്കും. ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ ഓഫീസിലും എൻ്റെ എവിടെയും കുറേ ഇരിപ്പുണ്ട്. അതായത് വോളിയംസ് ആണ്, അതായത് ഓരോ വർഷത്തെ കേസുകളാണ്. അതിനെ അവരെന്ത് ചെയ്യും, കമ്പൈൽ ചെയ്ത് പബ്ലിഷ് ചെയ്യും. കോടതികളും ട്രിബ്യൂണലുകളും അവിടെ പ്രൊമൂൾഗേറ്റ് ചെയ്യുന്ന, അഡ്ജൂഡിക്കേറ്റ് ചെയ്യുന്ന കേസസ് ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് പബ്ലിഷിംഗ് ഹൗസുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അറിയാലോ, നമ്മളെ പത്രങ്ങൾ പോലെ അല്ലെങ്കിൽ ബുക്കുകൾ പോലെ ജേണൽ പോലെ പബ്ലിഷ് ചെയ്യും. അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ലോയേഴ്സിനൊക്കെ ഇത് വളരെ ആവശ്യമാണ് അല്ലേ. അതൊക്കെ ഒരുപക്ഷെ വളരെ സീനിയർ ലോയറിൻ്റെയൊക്കെ വീട്ടിലൊക്കെ 1900 മുതലുള്ള ബുക്കുകൾ കാണും. ഇതുപോലെ പല റിപ്പോർട്ടേഴ്സും ഉണ്ട്. അതിൽ കമ്പനി കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് കോംകാസ്റ്റിലാണ്. അതായത് കമ്പനി കേസസ് ആണ്. ഇത് പുതിയ ഫുൾ ഫോമിൽ എഴുതാറില്ല, കാരണം കോടതിയിൽ അത് പറയാനും ഒരു ബ്രിവിറ്റിക്ക് വേണ്ടി, ഷോർട്ട് ഫോമിന് വേണ്ടി നമ്മൾ സാധാരണ ഷോർട്ട് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ AAR എന്ന് കേട്ടാണ്, ഓൾ ഇന്ത്യ റിപ്പോർട്ടർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്യുന്ന ബുക്ക് പബ്ലിഷിംഗ് കമ്പനിയാണ് AAR, ഓൾ ഇന്ത്യ റിപ്പോർട്ടർ. പിന്നെ CLA എന്നൊരു ബുക്കുണ്ട്. ഒരു കമ്പനി ലോയിൽ പലയിടത്തും CLA കാണും. CLA കോർപ്പറേറ്റ് ലോ അഡ്വൈസർ എന്നാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന ബുക്ക് പബ്ലിഷിംഗ് കമ്പനിയുടെ അല്ലെങ്കിൽ കമ്പനിയെക്കാട്ടിലും അതിന്റെ പേരാ, ബുക്കിന്റെ റിപ്പോർട്ടറിന്റെ പേരാണ് ഇത് കോംകാസ്. അപ്പോൾ 1949 വർഷത്തിലെ കേസ്, ആ വർഷം കുറേ വോളിയം ഇറക്കി കാണാം. കാരണം കേസ് എന്ന് പറയുമ്പോൾ ഡെയിലി ജഡ്ജ്മെന്റ്സ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വലിയ വലിയ ബുക്കുകളായിട്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അതിലെ 19ാമത്തെ വോളിയം നോക്കണം. ഓക്കെ, ഏത് ബുക്കിന്റെ കമ്പനി കേസസിന്റെ 19ാമത്തെ വോളിയം നോക്കുമ്പോൾ, ഈ 19ാമത്തെ വോളിയം എന്ന് പറയുന്നത് തന്നെ 500 പേജുള്ള ഒരു ബുക്കായിരിക്കും. അതിലെവിടെയാണ് ഈ കേസ് കിടക്കുന്നത് തപ്പണ്ടേ, അതിന് 175ാമത്തെ പേജ് നമ്പർ എടുക്കണം. അപ്പൊ അടുത്ത് കിടക്കുന്നത് പേജ് നമ്പറാണ്. ആ പേജ് നമ്പർ എടുക്കുമ്പോൾ ഈ കേസിന്റെ പൂർണ്ണ രൂപം 25-30 പേജ് ജഡ്ജ്മെന്റ് കാണും. പിന്നെ ബ്രാക്കറ്റിൽ കിടക്കുന്നത് ഏത് ഹൈക്കോടതിയാണ് അല്ലെങ്കിൽ ഏത് കോടതിയാണ് ഈ വിധി പ്രസ്താവിച്ചെന്നുള്ള. ഇവിടെ മാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്രാസ് ഹൈക്കോർട്ട്, ബോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BOM ബോംബെ ഹൈക്കോർട്ടാണ്, ഗുജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്ത് ഹൈക്കോർട്ടാണ്, KAR എന്ന് വെച്ചാൽ കർണാടക ഹൈക്കോർട്ടാണ്, CAL കാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കട്ട ഹൈക്കോർട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ ജഡ്ജ്മെന്റിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ കേസിന്റെ പൂർണ്ണ രൂപം, ജഡ്ജ്മെന്റിന്റെ പൂർണ്ണ രൂപം വായിക്കണമെങ്കിൽ കമ്പനി കേസസ് ബുക്കിന്റെ റിപ്പോർട്ടറിന്റെ 1949 വർഷത്തിന്റെ 19ാമത്തെ വോളിയത്തിന്റെ 175ാമത്തെ പേജ് എടുത്ത് വായിച്ചാൽ ഈ ജഡ്ജ്മെന്റ് കാണും. അപ്പോൾ കോടതിയിൽ നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ പേരിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ സൈറ്റേഷൻ. അത് മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജ്മെന്റ്. നമ്മൾ അഡ്രസ്സ്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കില്ല. ഇപ്പോൾ ഗായത്രി, സൗമ്യ, പ്രീതിന്റെ റെയർ നെയിമാണ്, പ്രദീപ് കോമൺ നെയിമാണ്, ആദിത്യ ഭയങ്കര റെയർ നെയിമാണ്. ഇപ്പോൾ ഗായത്രി, സൗമ്യ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു കോമൺ നെയിം. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു ഗായത്രി എവിടെ ചോദിച്ചു എത്ര ഗായത്രി കാണും അല്ലേ. പക്ഷെ ഗായത്രിയുടെ അഡ്രസ്സിൽ ഈ ഗായത്രി മാത്രമേ കാണുള്ളൂ അല്ലേ. ശരിയല്ലേ, TC നമ്പർ, സോക്കോൾ വീടിന്റെ പേര്, പിൻകോഡ് അല്ലേ, അവിടെ ഒരാളെ കാണും. ഇപ്പം എൻ്റെ പേര് ഭയങ്കര റെയറാണ്, റെയറസ്റ്റ് നെയിമാണ് ബിലു എന്നുള്ളത്, കുഴപ്പമില്ല. സൗമ്യ എന്നുള്ള വളരെ കോമൺ നെയിമാണ്. സൗമ്യ എത്ര സൗമ്യമാണ്, പക്ഷെ ഈ സൗമ്യയുടെ അഡ്രസ്സിൽ സൗമ്യ മാത്രമേ കാണുള്ളൂ. അപ്പം അതുകൊണ്ട് കേസ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കേസ് നമ്മൾ പെറ്റീഷൻസിലൊക്കെ എഴുതുമ്പോൾ സൈറ്റേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് മനസ്സിൽ വെച്ചിരിക്കുക, നല്ലൊരു ഇൻപുട്ടാണ്. ചില റിപ്പോർട്ടറിന്റെ പേര് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് കുറേയൊക്കെ അറിയാവൂ, കാരണം ചിലതൊന്നും നമുക്ക് അത്ര ഫേമസ് ആയിരിക്കും. ഇപ്പം CLA ഭയങ്കര ഫേമസ്, AAR ആണ് ഓൾ ഇന്ത്യ ഫേമസ് ആണ്, ഓൾ ഇന്ത്യ റിപ്പോർട്ടർ. തമാശക്ക് പറയട്ടെ, ഞാനൊക്കെ പഠിച്ച സമയത്ത് തുടക്കത്തിൽ 2000 പഠിക്കുമ്പോൾ 2000 ഞാൻ CS പഠിക്കുന്നത്. അന്നൊക്കെ AAR എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ വിളിച്ചു പറയുന്ന കേസാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല, നമുക്ക് അങ്ങനെ തെറ്റുകൾ പറ്റാം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരാൻ ആളില്ല അതിനിട്ടാൽ. അപ്പോൾ ഇത് ക്ലിയർ ആണ്. 1949 വർഷം കമ്പനി കേസസ് റിപ്പോർട്ടർ ബുക്കിലെ 19ാമത്തെ വോളിയത്തിലെ 175ാമത്തെ പേജ് നമ്പർ. ഇതൊരു പാറ്റേൺ ആണ്. എല്ലാ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ആദ്യം ബ്രാക്കറ്റിൽ കിടക്കുന്ന വർഷം, അടുത്ത് കിടക്കുന്ന വോളിയം നമ്പർ, അടുത്ത് റിപ്പോർട്ടറിന്റെ പേര്, അടുത്ത് കിടക്കുന്ന പേജ് നമ്പർ, അടുത്ത് ഏത് കോടതി പ്രസ്താവിച്ചു. ഇത് ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടെങ്കിൽ തമ്പടിച്ചേ കൊള്ളാമോ ഇന്റർപ്രിട്ടേഷൻ? യെസ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഭയങ്കര ആവശ്യമുള്ളതാണ്. നമ്മൾ ഇതേ പാറ്റേണിൽ വേണം നിങ്ങൾ ജഡ്ജ്മെൻറ്റ്സ് എന്ത് ചെയ്യാനായിട്ട് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ. ഓക്കെ, യാ. പിന്നെ ഹൈക്കോടതിയുടെ പേര് വളരെ, ഇപ്പം ഞാൻ പറഞ്ഞു ഓരോ കോടതിക്കും ലെഗസീസ് ഉണ്ട്. ഞാനത് ഓപ്പണായിട്ട് പറയാം. അതായത് മദ്രാസ് ഹൈക്കോടതിയുടെയും ബോംബെ ഹൈക്കോടതിയുടെയും ജഡ്ജ്മെൻറ്റ് ഭയങ്കര ഫേമസ് ആണ്. എന്നുവെച്ചാൽ എനിക്കൊന്ന് കമ്പനി ലോയിൽ നിങ്ങൾ എവിടെ നോക്കിയാലും ബോംബെ ഹൈക്കോടതിയുടെയും മദ്രാസ് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പ്രസിഡൻ്ററി വാല്യൂ തരുന്നതാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ ഇതിനെക്കുറിച്ച് റിപ്പീറ്റഡ് റെഫർ ചെയ്യാറുണ്ട്. ബാക്കി കോടതി അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പൊതുവേ കമ്പനി ലോ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ബുക്കുകളിലും സ്റ്റഡി മെറ്റീരിയലും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ബോംബെ ഹൈക്കോടതിയുടെയും മദ്രാസ് ഹൈക്കോടതിയുടെയും ലെജൻഡറി ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറയത്തില്ല, ലെജൻഡറി ഹോണറബിൾ മൈ ലോർഡ്ഷിപ്പ് ജഡ്ജസ് ഇറക്കുന്ന കേസസ് ആണ്. സോ വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട്, വിത്ത് ഗ്രേറ്റ്, നമ്മൾ പറയത്തില്ലേ, നമുക്ക് അതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം ഡീപ്പായിട്ടാണ് കമ്പനി ലോ അവർ എന്ത് ചെയ്യുന്നത്, ഇന്റർപ്രിറ്റ് ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഹോണർ ദാറ്റ് ഇൻ ദിസ് ജനറേഷൻ, അല്ലേ. ഇതിപ്പോൾ 1949 നമ്മൾ ആരും ജനിച്ചിട്ടില്ല, അറിയാമല്ലോ. അതൊക്കെ ഇപ്പോഴും നമ്മൾ 2025 ഒക്ടോബർ മാസം വരുന്നത് വായിക്കാന്ന് വെച്ചാൽ നമ്മളെ ഒരു പുണ്യമാണ്, അത്രത്തോളം ഇന്റർപ്രിറ്റേഷൻ. കാരണം നമ്മളെ സബ്ജക്റ്റിലോട്ട് വന്ന്, കാരണം ക്ലിയർ ഡേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഇപ്പോൾ ഗായത്രി പറഞ്ഞു, ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം ഇന്റർപ്രിറ്റ് ചെയ്ത് പോകുന്നു. പക്ഷെ എവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ടൈപ്സ് ഓഫ് ലൂമറി ജഡ്ജ്മെന്റ്സ് ആണ് നമ്മളതിന് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ലീവ് ദാറ്റ്. നൗ കമ്മിങ് ടു ക്ലിയർ ഡേ പറഞ്ഞു. ഇനി ക്ലിയർ ഡേ ഒരു ഇന്റർപ്രിട്ടേഷൻ, അതൊക്കെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ ലൈക്ക് ടു ആഡ് വൺ മോർ പോയിന്റ്. സ്റ്റഡി മീറ്റിൽ അത് ഇല്ലാന്ന് തോന്നുന്നു, ഷോർട്ടർ നോട്ടീസിലോട്ടെത്തി. ഇനി അതും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. ഞാൻ ഇന്നലെയും പറഞ്ഞില്ല, ഞാനൊരു കുറച്ച് ദിവസമായിട്ട് ഒരു സീരീസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള ഫിനാൻസ് ഓഫീസേഴ്സിനുള്ള ട്രെയിനിങ് പ്രോഗ്രാം 3 സെഷൻ ഉണ്ടായിരുന്നു. 3 സെഷൻ കഴിഞ്ഞു. ഫുൾ ഡേ ട്രെയിനിങ് ആണ് കമ്പനി ലോയിൽ. അപ്പോൾ അവിടെയൊക്കെ സെഷൻ എടുത്തപ്പോൾ ഞാൻ ഈ പോയിന്റ് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് അവിടെ ആ പോയിന്റ് പറഞ്ഞപ്പോൾ തുറന്നു പറയാം, ഞാൻ ആലോചിക്കുകയായിരുന്നു എൻ്റെ ഇവിടുത്തെ കുട്ടികൾക്ക് ഇത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴേ പറയാം. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ നോ ദിസ്. സ്റ്റഡി മീറ്റിൽ അത് അൺഫോർച്ചുനേറ്റ്ലി കണ്ടില്ല. അതായത് 21 ക്ലിയർ ഡേ എന്ന് പറയുമ്പോൾ 23 ദിവസം മുമ്പ് നോട്ടീസ് അയക്കണം എന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആയി. ഇപ്പോൾ വി നോ ദാറ്റ്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ദർ ഇസ് എൻ ഇന്റർപ്രിട്ടേഷൻ. എല്ലാവരും ശ്രദ്ധിച്ചേക്കണേ, ഇത് പോസ്റ്റൽ വഴിയാണ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, പോസ്റ്റൽ വഴിയാണ് ഈ നോട്ടീസ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എൻ ഇന്റർപ്രിട്ടേഷൻ ദാറ്റ് അഗെയിൻ 48 hours ഹാസ് ടു ബി എക്സ്ക്ലൂഡഡ്. എങ്ങനെയാണ്? ഇത് പോസ്റ്റൽ വഴി അയക്കുകയാണെന്നുണ്ടെങ്കിൽ 48 മണിക്കൂർ കൂടെ എക്സ്ക്ലൂഡ് ചെയ്യണമെന്നാണ് ഇന്റർപ്രിട്ടേഷൻ. അതൊരു സ്ഥലത്തുണ്ട്. ഐ ഡോണ്ട് നോ, ഐ ഹവ് നോട്ട് സീൻ ഇൻ യുവർ സ്റ്റഡി മീറ്റിൽ. എനിക്കൊന്ന് CA ഇന്റർമീഡിയറ്റ് സ്റ്റഡി മീറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ മെയില് വഴിയോ ബൈ ഹാൻഡ് വഴിയോ മറ്റുള്ള രീതിയിലൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ 21 + 2 = 23 കാൽക്കുലേഷൻ. പക്ഷെ നിങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി അയക്കുമ്പോൾ ഈ ഇന്റർപ്രിട്ടേഷൻ പോരാ. കാരണം നിങ്ങളൊരു ആലോചിച്ച് നോക്ക്, ഗായത്രി ഒന്ന് ആലോചിച്ച് നോക്കി, നീ ഇന്ന് വന്നിട്ട് ഒരു ലെറ്റർ നിങ്ങൾ മണക്കാട് പോസ്റ്റ് ഓഫീസ് കൊണ്ടിട്ടാൽ ഇന്ന് എടുത്തോണ്ട് പോവോ? ഓ ഇല്ല, നാളെ എടുത്തോണ്ട് പോകത്തുള്ളൂ, അല്ലേ? നാളെ എടുത്തോണ്ട് പോകത്തുള്ളൂ. അതുപോലെ ഷെയർ ഹോൾഡറിന്റെ പോസ്റ്റ് ഓഫീസിലെത്തുമ്പോൾ ആലോചിക്കണേ, ഷെയർ ഹോൾഡറിന്റെ പോസ്റ്റ് ഓഫീസിലെത്തുന്നു. ഷെയർ ഹോൾഡറിന്റെ പോസ്റ്റ് ഓഫീസിൽ ഇന്ന് രാവിലെ എത്തിയെന്ന് വെച്ചോ, ഉടനെ എടുത്ത് ഉടനെ പോസ്റ്റ്മാൻ കൊണ്ടുപോയി വീട്ടിൽ കൊടുക്കുമോ? ഇല്ല, അവൻ അടുത്ത ദിവസമേ കൊടുക്കത്തുള്ളൂ, അല്ലേ? ആലോചിച്ച് നോക്കണം. അതാണ് എൻ്റെ ലോയുടെ ഒരു ബ്യൂട്ടി. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇന്നിപ്പോൾ ഇതൊന്നും നമ്മളറിയാലോ, പണ്ടത്തെ പോലെ ലെറ്റർ വെയിറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. ഇന്നിപ്പോൾ നമ്മൾ വേറൊരു ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷെ എങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, പ്രാക്ടിക്കലി പോസ്റ്റൽ വഴി അയക്കുമ്പോൾ ഇന്ന് അയക്കുന്ന ലെറ്റർ ഇന്ന് എടുക്കത്തില്ല, നാളെ എടുക്കത്തുള്ളൂ. അതുപോലെ അവിടെ കിട്ടുമ്പോൾ അത് അന്ന് കൊടുക്കത്തില്ല, അടുത്ത ദിവസം കൊടുക്കത്തുള്ളൂ. അതാണ് ലോയുടെ ഇന്റർപ്രിട്ടേഷൻ. 48 മണിക്കൂർ കൂടെ എക്സ്ക്ലൂഡ് ചെയ്യണം. അപ്പൊ പോസ്റ്റൽ വഴി അയക്കുമ്പോൾ 21 ക്ലിയർ ഡേയ്സ് എന്ന് പറഞ്ഞാൽ 25 ദിവസം മുമ്പ് അയക്കണം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? 21 പ്ലസ് നോട്ടീസ് അയക്കുന്ന ദിവസം കൂടാൻ പാടില്ല, മീറ്റിംഗ് നടക്കുന്ന ദിവസം കൂട്ടാൻ പാടില്ല, 23. പോസ്റ്റൽ വഴി അയക്കണമെങ്കിൽ 48 മണിക്കൂറും കൂടെ എക്സ്ക്ലൂഡ് ചെയ്യണം, അപ്പോൾ 25. സോ ദിസ് ഈസ് എ വെരി വെരി ക്രിട്ടിക്കൽ interpretation, that while you send notices of general meeting through postal route, my dear students, you have to send at least 25 days before the meeting. Then only you will get 21 clear days in order to strictly comply with section
101 of the Companies Act. 21 plus 2, 23 plus 48 hours, that is 2 again equal to 25. So ഇതെവിടെയെങ്കിലും കുറിച്ച് വെച്ചേക്കണം. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കണ്ടില്ല സ്റ്റഡി മീറ്റിൽ ഇത്. ദിസ് ഇസ് വെരി ക്രിട്ടിക്കൽ ഇന്റർപ്രിട്ടേഷൻ. While you send through postal route general meeting notices, you have to send the notice at least 25 days before that meeting. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ടാസ്ക് ആയിട്ട് തോന്നും. 21, 23, 25. Now you will have a question that shorter notice പറ്റുമോ? Like in your board meeting you have a shorter notice provision provided it is a urgent meeting and you have a attendance of independent director. നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ അതുപോലെ നമുക്ക് ഷോർട്ടർ നോട്ടീസിനുള്ള പ്രൊവിഷൻ ഉണ്ട്. 95% ഷെയർ ഹോൾഡേഴ്സ് ഇൻ അഡ്വാൻസ് ആയിട്ട് 95% ഷെയർ വെച്ചിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ഇൻ അഡ്വാൻസ് ആയിട്ട് കമ്പനിക്ക് പെർമിഷൻ തരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, കൺസെന്റ് തരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 20 ദിവസം ക്ലിയർ നോട്ടീസ് ഇല്ലാതെ തന്നെ, ക്ലിയർ ഡേ നോട്ടീസ് ഇല്ലാതെ തന്നെ നമുക്ക് ഷോർട്ടർ നോട്ടീസിൽ നമുക്ക് ജനറൽ മീറ്റിംഗ് നോട്ടീസ് അയക്കാം. 18 ദിവസം മുമ്പോ 15 ദിവസം മുമ്പോ 10 ദിവസം മുമ്പോ നോക്കുവാണെങ്കിൽ അയക്കാം. പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് മുൻകൂട്ടി എന്ത് ചെയ്തിരിക്കണം? അപ്രൂവൽ തന്നിരിക്കണം. ഒരുപാട് കമ്പനികളിൽ തുറന്നു പറയാം ഷോർട്ടർ നോട്ടീസ് വേണ്ടി വരും, എസ്പെഷ്യലി AGMന്റെ കേസിൽ. കാരണം അക്കൗണ്ട്സ് അഡോപ്ഷനാണ് AGMലെ വൺ ഓഫ് ദ മെയിൻ അജണ്ട ആയിട്ട് നിങ്ങൾക്ക് അറിയാം. കൺസിഡറേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഇൻക്ലൂഡിംഗ് ബോർഡ്സ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് ഷോർട്ടർ നോട്ടീസ് റിസോർട്ട് ചെയ്യേണ്ടി വരും. കാരണം AGMന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന മുമ്പ് അക്കൗണ്ട്സ് ആയോ ഇല്ലേ എന്നൊരു, നമ്മൾ പറയത്തില്ല, അക്കൗണ്ട്സ് ആയോ ഇല്ലേ എന്നൊരു ഒരു അപ്രിഹെൻഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ we have to wait for the auditor's confirmation. അപ്പോൾ ഓഡിറ്റ് കഴിഞ്ഞോ എന്നുള്ള കൺഫേം ചെയ്തിട്ട്, അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഷോർട്ടർ നോട്ടീസ് വേണ്ടി വരും. അതിന് കമ്പനീസ് ആക്ടിൽ പ്രൊവിഷൻ ഉണ്ട്. ഷോർട്ടർ നോട്ടീസിൽ തന്നെ നിങ്ങൾക്ക് AGM നടത്താം അല്ലെങ്കിൽ EGM നടത്താം, പ്രൊവൈഡഡ് യു ഹാവ് ടു ടേക്ക് അപ്രൂവൽ ഓഫ് 95% ഷെയർ ഹോൾഡേഴ്സ് ഇൻ അഡ്വാൻസ്. ഇത് പഴയ ലോയിൽ 100% അപ്പോൾ ഒരു പെർസെൻറ്റേജ് ഷെയർ വെച്ചിരിക്കുന്നവർ സമ്മതിച്ചില്ലെങ്കിൽ പോലും ഇത് നടക്കത്തില്ല. അപ്പോൾ അതൊന്ന് ഇളവ് കൊടുക്കാനായിട്ട് പുതിയ ആക്ടിൽ അത് 95% ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. 95% ഷെയർ വെച്ചിരിക്കുന്നവർ സമ്മതിച്ചാൽ ഷോർട്ടർ നോട്ടീസിൽ നമുക്ക് ജനറൽ മീറ്റിംഗ് നോട്ടീസ് കൊടുക്കാം. ഓക്കെ, യെസ്, ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. കുറച്ച് ഏരിയയൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യും. കണ്ടന്റ്സ് ഓഫ് നോട്ടീസ് പറയേണ്ട ആവശ്യമില്ല. ഡേ, ഡേറ്റ്, വെന്യൂ. നമ്മൾ കല്യാണത്തിന് ഒരു ലെറ്റർ കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? കല്യാണം ഇന്ന് നടക്കുന്നു, എവിടെ വെച്ച് നടക്കുന്നു, സമയം കൊടുക്കും, മുഹൂർത്തം, അപ്പോൾ ഒന്നും കൊടുക്കത്തില്ല. അതുപോലെ തന്നെയാണ് ഏതൊരു മീറ്റിങ്ങിന് വിളിക്കുമ്പോഴും ബേസിക് ആയിട്ട് കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ്. പ്ലേസ് എവിടെ, എന്ന്, ഡേ എവിടെ, ഏത് ദിവസം, ഏത് മണിക്കൂർ, അത് 10 മണിക്കാണോ 11 മണിക്കാണോ എന്നുള്ള കാര്യങ്ങൾ കൊടുക്കണം. പിന്നെ അജണ്ട വേണം. നേരത്തെ പറഞ്ഞല്ലോ, ജനറൽ മീറ്റിങ്ങിൽ അജണ്ട ഇൻബിൽട്ടാണ്. നോട്ടീസിൻ്റെ അകത്താണ് അജണ്ട ഇരിക്കുന്നത്. അതിൻ്റെ അകത്താണ് അജണ്ട ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു പോകുന്നത്. 2 ആയിട്ട് തിരിക്കും. നമ്മൾ ഓർഡിനറി ബിസിനസ് ഏതൊക്കെയാണെന്നും സ്പെഷ്യൽ ബിസിനസ് ഏതൊക്കെയാണെന്നും പറഞ്ഞ് നമ്മൾ തിരിക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ദ പ്രാക്ടീസ് വിച്ച് ഇസ് ബീൻ ഫോളോഡ്. ഓക്കെ, ഇനി കണ്ടോ, ഞാൻ എവിടെ പറഞ്ഞ റെപ്പറ്റീഷൻ വന്നു തുടങ്ങി. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചില സ്ഥലങ്ങളിൽ വീണ്ടും പഴയത് തന്നെ എഴുതി വയ്ക്കും. ഇപ്പോൾ പ്ലേസ്, ഡേറ്റ് എല്ലാം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തല്ലേ, ഓർമ്മയില്ല? എല്ലാം ഡേ, നാഷണൽ ഹോളിഡേ, ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്, ടൈം, ബിസിനസ്, 9 മണി 6 മണി, ഇതെല്ലാം ഡിസ്കസ് ചെയ്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. നമുക്കത് സ്കിപ്പ് ചെയ്യാം. പ്രോക്സി ക്ലോസ് ഒന്നും വേണ്ട. ഇപ്പോൾ ഇതൊക്കെ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ, അത് സ്കിപ്പ് ചെയ്യാണ്, ആവശ്യമില്ല. ഇനി ഇവിടെ കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ സെഷൻ നിർത്താം. നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ആർക്കൊക്കെ നോട്ടീസ് അയക്കും? ആർക്കൊക്കെ നോട്ടീസ് അയക്കും? സ്വാഭാവികമായിട്ടും ഷെയർ ഹോൾഡേഴ്സ് നോട്ടീസ് അയക്കണം. കാരണം ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ആണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് നോട്ടീസ് അയക്കണം. പക്ഷേ ഏതെങ്കിലും ഷെയർ ഹോൾഡർ, ശ്രദ്ധിച്ചേക്കണം, ഏതെങ്കിലും ഷെയർ ഹോൾഡർ മരണപ്പെട്ടു പോയി, മരണപ്പെടുമ്പോൾ അറിയുമല്ലോ, ഷെയർ ട്രാൻസ്മിഷൻ നടക്കും. മരിച്ച ആളിൽ നിന്നും ലീഗൽ റെപ്രസെൻറ്റേറ്റീവിലോട്ട് ഷെയർ കൈമാറിപ്പോവും. പക്ഷെ ആ കൈമാറ്റം നടക്കുന്നതേ ഉള്ളൂ. ദാറ്റ് മീൻസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ഈസ് ഇൻ പ്രോഗ്രസ്. ദെൻ ആ ഷെയർ ഹോൾഡറിന്റെ പേര്, ഡിസീസ്ഡ് ഷെയർ ഹോൾഡറിന്റെ പേര് ഇപ്പോഴും രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ തന്നെ കാണും. അങ്ങനത്തെ അവസ്ഥയിൽ, ആ അവസ്ഥയിൽ ഷെയർ ഹോൾഡറിലല്ലോ അയച്ചു കൊടുക്കാൻ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി ഷെയർ ഹോൾഡർ ഇല്ലാത്തതുകൊണ്ട് ഷെയർ ഹോൾഡറിന്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് നോട്ടീസ് കൊടുക്കണം.
പക്ഷേ ഈ സിറ്റുവേഷൻ വരുന്നത് ഷെയർ ട്രാൻസ്മിഷൻ ഫുള്ളായിട്ട് ഷെയർ ട്രാൻസ്മിഷനോ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് നടന്നു കഴിഞ്ഞാൽ തീർന്നല്ലോ, പിന്നെ മറ്റേയാളെ മാത്രം വിളിച്ചാൽ പോലും, മറ്റേയാളെ അങ്ങ് നമ്മൾ വിളിക്കുമല്ലോ മെമ്പർ എന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഷെയർ ട്രാൻസ്മിഷൻ പെൻഡിങ് കിടക്കുമ്പോൾ ഷെയർ ഹോൾഡർ ഇല്ല, മരിച്ചുപോയി, അൺഫോർച്ചുനേറ്റ്ലി മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുക്കാതിരിക്കരുത്. ആ സാഹചര്യത്തിൽ ഷെയർ ഹോൾഡറിന് പകരം ആർക്കാണോ ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നത് ആ ലീഗൽ റെപ്രസെന്റേറ്റീവിന് നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സിന്റെ EGM-ന്റെ ഏജന്റിന് നോട്ടീസ് കൊടുക്കണം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ഡിസീസ്ഡ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ നടക്കുന്നത് വരെ, ഷെയർ ട്രാൻസ്മിഷൻ നടക്കുന്നത് വരെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിന് കൊടുക്കണം. 2, കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിന് നോട്ടീസ് കൊടുക്കണം. അത് 1, 2, 3 ഓഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ ഓഡിറ്റേഴ്സിനും നോട്ടീസ് കൊടുക്കണം. 4, എല്ലാ ഡയറക്ടർമാർക്കും നോട്ടീസ് കൊടുക്കണം. ഞാൻ ജനറൽ മീറ്റിംഗിന്റെ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഡയറക്ടർമാരുടെ മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സ് പോകാൻ പറ്റത്തില്ല. ഡയറക്ടർമാരുടെ മീറ്റിംഗിന് നോട്ടീസിന്റെ കോപ്പി അല്ലെങ്കിൽ നോട്ടീസ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് അയച്ചു കൊടുക്കാൻ പാടില്ല. പക്ഷെ തിരിച്ച് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് നടക്കുമ്പോൾ അതിന്റെ നോട്ടീസിന്റെ പകർപ്പ് ആർക്ക് കൊടുക്കണം? ആരെ ഇൻവൈറ്റ് ചെയ്യണം? നിങ്ങൾ ഡയറക്ടർ ഇൻവൈറ്റ് ചെയ്യണം. ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിൽ ഡയറക്ടേഴ്സ് വന്നിരിക്കാറുണ്ട്, പക്ഷെ ഡയറക്ടർമാരുടെ മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സിന് പ്രവേശനമില്ല. അൺലെസ് ദ ഡയറക്ടർ ഈസ് ഓൾസോ എ ഷെയർ ഹോൾഡർ, ദാറ്റ്സ് എ ഡിഫറെന്റ് സിറ്റുവേഷൻ. അപ്പൊ കുട്ടികളെ 3 അല്ലെങ്കിൽ 4 പേർക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ജനറൽ മീറ്റിംഗിന് നോട്ടീസ് അയച്ചു കൊടുക്കേണ്ട. 1 മെമ്പർമാർക്ക്, 2 ഡിസീസ്ഡ് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് പെൻഡിങ് കിടക്കുമ്പോൾ അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിന്, ഇൻസോൾവെന്റ് മെമ്പറാണ് ഒബിയസ്ലി അസൈനിക്ക്, 3 കമ്പനിയുടെ ഓഡിറ്റേഴ്സിന്, 4 കമ്പനിയുടെ ഡയറക്ടർമാർക്ക്. ഇത്രയും പേർക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാൻഡേറ്ററി ആയിട്ട് നമ്മൾ നോട്ടീസ് അയച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വയലേഷൻ ആയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഏകദേശം അത് കഴിഞ്ഞു. ബാക്കിയുള്ളതൊന്നും ആവശ്യമില്ല, തീരെ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് നമ്മളത് ഒരിക്കൽ ചർച്ച ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് നോക്കിപ്പോവാം. 101 ഇപ്പോൾ കഴിഞ്ഞു. 102 എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ് തുടക്കം മുതൽ, എങ്കിലും ഒന്നുകൂടി പറയാം. സ്പെഷ്യൽ ബിസിനസ് ഉണ്ടോ? എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞാണ്, എനിക്ക് 2-3 പ്രാവശ്യം പറഞ്ഞാണ്, ഓർഡിനറി അല്ലാത്ത അജണ്ട ഐറ്റം ആയതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ ബിസിനസ് ആണ്. ഫോർ എക്സാമ്പിൾ, AGM-ൽ 4 ഓർഡിനറി ബിസിനസ്സും പ്ലസ് 1 സ്പെഷ്യൽ ബിസിനസ്സും ഉണ്ടെന്ന് വെക്കുക. 4 ഓർഡിനറി ബിസിനസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അഡോപ്റ്റ് ചെയ്യുക, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക, ഡയറക്ടർമാരെ അപ്പോയിന്റ് ചെയ്യുക, ഓഡിറ്റർമാരെ അപ്പോയിന്റ് ചെയ്യുക. ഈ 4 എണ്ണമാണ് നമുക്കറിയാം എന്താണ് ഓർഡിനറി ബിസിനസ്. പ്ലസ് ഏത് സ്പെഷ്യൽ ബിസിനസ് വേണമെന്നുണ്ടെങ്കിലും AGM-ൽ ചർച്ച ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ കമ്പനിയുടെ പേര് മാറ്റുന്നു, അത് സ്പെഷ്യൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലെയിൻ ചെയ്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോട്ടീസിൽ ഓരോ സ്പെഷ്യൽ ബിസിനസ്സിനും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ടീസിൽ അറ്റാച്ച്ഡ് അനക്സർ ആയിട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ EGM-ൽ ഓർഡിനറി ബിസിനസ്സേ ചർച്ച ചെയ്യാൻ പറ്റത്തില്ല, എപ്പോഴും സ്പെഷ്യൽ ബിസിനസ് മാത്രമേ ചർച്ച ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ EGM-ൽ കൊടുക്കുന്ന നോട്ടീസിലെ എല്ലാ ഐറ്റവും സ്പെഷ്യൽ ബിസിനസ് ആയിരിക്കും. അപ്പൊ എല്ലാ ഐറ്റത്തിലും നിങ്ങൾ എന്ത് കൊടുക്കണം? എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. എന്താണ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്? യു ഹാവ് ടു ഗിവ് ദ ഫാക്ട്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് എവറി സ്പെഷ്യൽ ബിസിനസ് ഇൻ വെരി ഡീറ്റെയിൽ. പോയിന്റ് നമ്പർ 1. Point number 2, you have to disclose whether any directors and key managerial persons of the company have any financial or personal interest in the agenda item. Point number 3, any other matter or any other, any other details which a shareholder may require to be disclosed. അങ്ങനെ അത് ഓർഡിനറി ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളെ സ്പെഷ്യൽ ബിസിനസ് ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അഡീഷണൽ ഡീറ്റെയിൽസ്, whether the directors and KMP have any financial interest or personal interest in the agenda item, and all these details when the board has approved this item എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്ററിയും അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഓരോ സ്പെഷ്യൽ ബിസിനസ്സിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉണ്ടാക്കുകയും നോട്ടീസിന് അനക്സർ ആയിട്ട് ഇങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് അനക്സർ ആയിട്ട് വെച്ച് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അപ്പോൾ ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഓർഡിനറി ബിസിനസ് ഓൾറെഡി അറിയാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്പെഷ്യൽ ബിസിനസ് വരുമ്പോൾ അതെന്താണ്, എന്തിനാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്
ഇതെങ്ങനെ ഇങ്ങനെ ഒരു ഐറ്റം വരാൻ കാര്യം, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റിൽ നിന്നും വായിച്ചു മനസ്സിലാക്കാവുന്നതാണ്. സെക്ഷൻ 102. I think I'm done with everything. So no further contents ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്. I think we will leave there. Okay. കോറം നെക്സ്റ്റ് ക്ലാസ്സിൽ കോറം പ്രോക്സി ഒക്കെ പോവാം. സോ ഇന്ന് നമ്മൾ നോക്കിയ കാര്യങ്ങൾ തുടക്കത്തിൽ ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ, സെക്ഷൻ 114 ഓർഡിനറി റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ. 2 റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ്, സെക്ഷൻ 115. അടുത്ത് നോക്കിയത് എനിക്ക് തോന്നുന്നു 114, 115. പിന്നെ അടുത്ത് നോക്കിയത് special resolutions copy should be filed with ROC in MGT 14, section 117. അടുത്ത് നോക്കിയത് notice of general meeting, section 101. അടുത്ത് നോക്കിയത് explanatory statement, section 102. I hope it is crystal clear. സെക്ഷൻസ് കുറച്ച് ദിവസമായി ചോദിച്ചിട്ട് എനിക്ക് ഗ്യാപ്പ് വന്നു. നമുക്കൊരു 2 ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് കൂടെയുള്ള ബാച്ചിൽ ഞാൻ പറഞ്ഞു നമുക്ക് സെക്ഷൻസ് ചോദിക്കുന്ന സമയമായി. നമുക്ക് ഈ മീറ്റിങ്ങിൽ നമ്മൾ തിരക്കിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ ഒരു ദിവസം ഇത് വീണ്ടും ചോദിക്കണം. സോ വരുന്ന ക്ലാസ്സുകൾ മിസ് ചെയ്യരുത്. കോറവും അതുപോലെ തന്നെ പ്രോക്സിയും. അപ്പോൾ അത് ചില ക്ലാസ്സസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എല്ലാ ക്ലാസ്സും ഇല്ല. ചില ക്ലാസ്സസ് റെക്കോർഡ് ചെയ്യും, കാരണം എനിക്ക് അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ട്. അറിയാലോ, അൾട്ടിമേറ്റ്ലി പഠിപ്പിക്കുന്ന ഉദ്ദേശം സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിക്ക് ഉപയോഗപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു യൂട്യൂബിൽ തന്നെ ഒരു പെയ്ഡ് വെർഷൻ എടുത്ത് നമ്മളിപ്പോൾ അത് വേണ്ട ആൾക്കാർക്ക് ഇപ്പോൾ എത്തിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. അൾട്ടിമേറ്റ്ലി എഫേർട്ട് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് ഇത് ആവശ്യമുള്ളത്, എസ്പെഷ്യലി ദൂരമുള്ള ആൾക്കാരും മലയാളത്തിൽ തന്നെ ഇത് കിട്ടണമെന്നുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഇതിപ്പോൾ റെക്കോർഡിംഗ് വെർഷൻസ് ഇറക്കിയിട്ടുണ്ട്. അടുത്ത ബാച്ച് മണിക്കും CS ഫൈനലിലൊക്കെ അതൊരു പാക്കേജായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നു. അതായത് നോർമൽ ഫീ ലൈവ് ക്ലാസ്സിനും പ്ലസ് വി വിൽ ചാർജ് അഡീഷണൽ ഫീ ഫോർ റെക്കോർഡഡ് ക്ലാസ് ഓൾസോ. അപ്പോൾ ആ കുട്ടികൾക്ക് ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ അവർക്ക് റെക്കോർഡിങ് കിട്ടും. അങ്ങനത്തെ ഒരു ഡ്യുവൽ പാക്കേജ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം അറിയാലോ, ഓൺലൈനിൽ അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇതൊരു ഫിസിക്കൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. അത് എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും ഇപ്പോൾ അത് നമ്മളിപ്പോൾ ഹൈബ്രിഡ് ക്ലാസ് എന്ന് തന്നെ പറയുന്നത് അറിയാലോ അല്ലേ. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ 2 രീതിയിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. സോ അതിന് ഒരു എഫർട്ടുണ്ട്, അതിനൊരു സോഫ്റ്റ്വെയർ വേണം, അതിന് ഡേറ്റാബേസ് വേണം, അതിന് അപ്ലോഡ് ചെയ്യാനുള്ള ബാൻഡ് വിഡ്ത് വേണം. അപ്പോൾ അതൊക്കെ കുറച്ച് ഹൈലി, ബട്ട് വി ആർ സ്റ്റാർട്ടഡ് സ്ലോലി ഇൻവെസ്റ്റിംഗ് ഇൻ ഇറ്റ്. അൾട്ടിമേറ്റ്ലി എന്നെ പോലത്തെ ഒരാളുടെ ഉദ്ദേശം മാക്സിമം കുട്ടികൾക്ക് ക്ലാസ് കിട്ടുക എന്നുള്ളതാണ്. സോ വിത്ത് ദിസ് വി കൺക്ലൂഡ് ദിസ് സെഷൻ. ആൻഡ് അടുത്ത ക്ലാസ്സുകൾ കുറച്ചുകൂടി ഫ്ലെയിമബിൾ ആണ്. കോറവും പ്രോക്സിയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ്. ഇനി ഒന്നും പഠിക്കാനില്ല നമുക്ക്. സോ പ്ലീസ് യൂട്ടിലൈസ് ഓൾ ദീസ് സെഷൻസ്. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച കാണാം. ടേക്ക് കെയർ. എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ലൊരു വീക്ക്. അങ്ങോട്ടിപ്പോൾ ദീപാവലി ഫെസ്റ്റിവൽ സീസൺ വരുന്നുണ്ട് അല്ലേ. പക്ഷേ ഈ സീസണിലെ അവസാനത്തെ ഫെസ്റ്റിവൽ സീസണാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്തിന് ക്രിസ്മസ് ഒക്കെ ഉള്ളൂ. ഓക്കെ, സോ ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം. ഓക്കെ, താങ്ക് യു. ബൈ.